ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഈ ദിവസങ്ങളിൽ മൂന്നാമത്തെ ദിവസമായി ഇന്ന് ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൽ വന്നിരിക്കുന്ന കുഞ്ഞുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരുവാൻ സാധിക്കാത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. ഏറെ വർഷങ്ങളായി ദൈവവചന ശുശ്രൂഷയിലും കർത്താവിന്റെ വഴികളിലും നടക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്നത് നന്നായി എന്ന് പറയുന്ന വിധത്തിൽ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ചേർന്ന് പറയാം ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ മുമ്പോട്ട് കയറി വരാം. കുട്ടികളൊക്കെ മുൻവശത്തേക്ക് കയറി വരുന്ന കുട്ടികൾ ഏറ്റവും മുൻവശത്ത് വരുന്നവർക്ക് 1000 രൂപ വീതം സൺഡേ സ്കൂളിൽ നിന്ന് തരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാവരും മുമ്പോട്ട് കയറി വന്നിരിക്കുന്നത്. ഏറ്റവും മുമ്പിൽ വന്നിരിക്കുന്നവർക്ക് 1000 രൂപ വീതം തരുന്നു പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? കുട്ടികളൊക്കെ വന്നിരിക്കില്ലേ? എൻ്റെ കയ്യിലില്ല പൈസ, സൺഡേ സ്കൂളുകാരൻ തരായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏറ്റവും മുൻവശത്ത് വന്നിരിക്കുന്നത്. സിനിമ കാണാൻ പോകുമ്പോൾ ഏറ്റവും പുറംവശത്തിരിക്കുന്നു. വചനം കേൾക്കാൻ വരുമ്പോൾ മിണ്ടത്തില്ല. വചനം കേൾക്കാൻ വരുമ്പോൾ ഏറ്റവും മുമ്പിലിരിക്കും. അപ്പൊ സിനിമ കാണാൻ പോകുമ്പോൾ, സിനിമ കാണാൻ പോയാൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഏറ്റവും പുറകുവശത്തിരുന്ന് നന്നായിട്ട് കാണാനും നന്നായിട്ട് കേൾക്കാനും പറ്റുന്ന സ്ഥലത്തിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഏറ്റവും മുൻവശത്ത് വന്നിരുന്നാൽ കൂടുതൽ പ്രയോജനപ്പെടും. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധയില്ലാത്തവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതെ, ശ്രദ്ധയുള്ളവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിൾ കൊണ്ടുവരാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിൾ കൊണ്ടുവന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ശ്രദ്ധയുള്ള ആളുകളാണ്. ഈ ദിവസം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഈ കൺവെൻഷന് വരുമ്പോഴൊക്കെ എല്ലാവരും വേദപുസ്തകം കൊണ്ടുവരുന്നു. വേദപുസ്തകം കൊണ്ടുവന്ന എത്ര പേരുണ്ട് എന്ന് കൈവൃത്തി കാണിച്ചാൽ വേദപുസ്തകം കൊണ്ടുവന്നവർ ഓക്കെ, ധാരാളം പേര് കൊണ്ടുവന്നു. കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികൾ വരുമ്പോൾ കുട്ടികളുടെ കയ്യിലും ബൈബിൾ കൊടുത്തു വിടുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ പ്രസംഗം ഒന്ന് ഫോണിലൊന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതിന്റെ ഒരു എളിയ ശ്രമമാണ്. നമ്മുടെ കയ്യിൽ വലിയ ക്യാമറ ഇരിപ്പുണ്ട്, പക്ഷെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ളവരില്ല. 1.5 ലക്ഷം രൂപയുടെ ക്യാമറ ഇരിക്കുന്നുണ്ട്, പക്ഷെ റെക്കോർഡ് ചെയ്തിട്ട് ശരിയാവണില്ല. അപ്പൊ നമ്മളിന്ന് ഫോണിലൊന്ന് റെക്കോർഡ് ചെയ്യാൻ നോക്കുന്നതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്കും ആ സന്ദേശം കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ശബ്ദമില്ലല്ലോ, ഒന്നോരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കുട്ടികൾ മാത്രം ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കുട്ടികളുടെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ, നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഞാൻ പറയട്ടെ, ഇവിടെ കുഞ്ഞു കുട്ടികൾ മാത്രമുണ്ടോ? സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊന്നുമില്ലേ? എല്ലാവരും ഉണ്ട് അല്ലെ? വരാൻ പ്രയാസമാണ്. കുട്ടികൾ, മുതിർന്ന കുട്ടികൾക്ക് വരാൻ പ്രയാസമാണ്. ഇന്നിവിടെ പിന്നെ വല്ല സിനിമ നടനോ അല്ലെങ്കിൽ സിനിമ നടിമാരൊക്കെയാണ് വരുന്നെങ്കിലോ ഇവിടെ കാലുകുത്താൻ സ്ഥലം ഉണ്ടാവോ അല്ലെ? ഇഷ്ടംപോലെ സ്ഥലം, പിന്നെ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമുക്ക് ശ്രമിക്കാം. എന്റെ മനസ്സിൽ കർത്താവ് പ്രകാശിപ്പിക്കുന്ന വചനങ്ങളാണ്. നിങ്ങൾക്ക് വിശപ്പുണ്ടോ? വചനം കേൾക്കാൻ വിശപ്പുണ്ടോ? ഇപ്പോഴും മറ്റേ ഭക്ഷണത്തിന്റെ കാര്യം ഓർത്തിരിക്കുന്നത്. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യമല്ല പറയുന്നത്, വചനം കേൾക്കാൻ വിശപ്പുണ്ടോ? വിശപ്പുള്ളവർ പറഞ്ഞ ഹല്ലേലൂയ. വചനം കേൾക്കാൻ നന്നായി വിശപ്പും ദാഹം വേണം. ഹെബ്രായർക്കുള്ള ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യം. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യം. ശ്രദ്ധിച്ചിരിക്കണം. വർത്താനം പറയുന്നത് വാച്യന്റെ ഭംഗി നോക്കിയിരിക്കരുത്. ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. എല്ലാവരും ശ്രദ്ധിക്കണം. ഹെബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 2-ാം വാക്യം. പേജ് നമ്പർ പറഞ്ഞു. നിങ്ങളുടെ ബൈബിളിൽ കിട്ടിയവരെ പേജ് നമ്പർ പറയാം. അപ്പൊ ബാക്കിയുള്ളവരും കൂടെ എടുക്കാൻ സാധിക്കില്ലോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ആ പേജ് നമ്പർ എത്രയാണ്? 225, 224. അവരെ പോലെ നാമും അതെ, കേട്ട വചനം അവർക്ക് ഉപകാരപ്പെട്ടില്ല. POC ബൈബിളിൽ പറയുന്നത് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറയാം, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. എല്ലാവരും ഒന്ന് പറയാമോ? അവർ കേട്ട വചനം. ശബ്ദമില്ല. മൂന്നാമതിരിക്കുന്ന കുട്ടിയുടെ ശബ്ദം വരുന്നില്ല. ഒന്ന് പറഞ്ഞ്, അവർ കേട്ട വചനം. എന്നെ നോക്കി, ഇങ്ങോട്ട് നോക്കി പറഞ്ഞ്, അവർ കേട്ട വചനം. കുട്ടികളൊക്കെ ഇങ്ങോട്ട് നോക്കി, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. പറയുന്നില്ലല്ലോ. ഒന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. വചനം മനുഷ്യർക്ക് പ്രയോജനപ്പെടാത്തത് എന്താണ്? വചനം എന്താ പ്രയോജനപ്പെടാത്തതിന്റെ കാരണം? വിശ്വസിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് പ്രഘോഷിച്ചു. ഞാനിവിടെ വന്നപ്പോൾ അന്വേഷിച്ചു ഏത് സന്ദേശം പറഞ്ഞത്. എന്നോട് പറഞ്ഞു ഏത് സന്ദേശം പറഞ്ഞത്. നല്ല മനോഹരമായ സന്ദേശമാണ് പറഞ്ഞത്. പക്ഷേ വചനം നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എന്നെ നോക്കൂ. വചനം പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കേട്ട വചനം എന്ത് ചെയ്യണം? വിശ്വസിച്ച് ഏറ്റെടുക്കണം. ആ വിശ്വസിക്കണം. അപ്പോൾ മാത്രമേ വചനം നമുക്ക് പ്രയോജനപ്പെടൂ. അതാണ് ഹെബ്രായ ലേഖനം 4-ന്റെ 2-ാം വാക്യം പറയുന്നത്. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. നമ്മൾ ഈ ചാപ്പലിലെ ഈ പ്രസംഗ ശുശ്രൂഷ ഇതെല്ലാം കഴിഞ്ഞ്
വീടെത്തുന്നതിന് മുമ്പ് പിന്നെ ജംഗ്ഷനിൽ എത്തിയപ്പോൾ, കടയുടെ മുമ്പിൽ എത്തിയപ്പോൾ ആരെങ്കിലും നമ്മളെ രണ്ട് തെറി വിളിച്ചു, നമ്മുടെ മോന്തോക്കി നാളെ തെറി വിളിക്കുക, അഴുക്ക് വാക്ക് എന്തെങ്കിലും പറഞ്ഞു, നമ്മളത് മറക്കോ? സത്യം പറ, മറക്കോ? മറക്കില്ല എന്ന് മാത്രമല്ല, അയാളുടെ മുഖവും പിന്നെ ആ പറഞ്ഞ വാക്കും അയാളുടെ മുഖത്തെ എക്സ്പ്രഷനും ഒക്കെ എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരണം. അതുപോലെ വചനം ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? മനുഷ്യൻ പറയുന്ന പാഴ്വാക്കുകൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതാണ് പലപ്പോഴും നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നത്. മനുഷ്യൻ പറയുന്ന പാഴ്വാക്കുകളല്ല, കർത്താവ് നമുക്ക് നൽകുന്ന വാക്കുകൾ, വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്. എല്ലാവരും ഒരിക്കൽ കൂടി പറഞ്ഞ്, അവർ കേട്ട വചനം, കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ്, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരത് വിശ്വസിച്ചില്ല. അപ്പൊ വചനം പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം വിശ്വസിക്കണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഏറ്റെടുക്കണം, നമ്മൾ വിശ്വാസപൂർവ്വം ഹൃദയത്തിൽ സ്വീകരിക്കണം. ഇപ്പൊ കുഞ്ഞുങ്ങൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നാലോ? ചില ടീച്ചേഴ്സല്ലേ പേരെ താഴെ പോയാൽ എടുത്താൽ മതി, നമ്മൾ എഴുന്നേൽപ്പിച്ചു കൊടുക്കും. അല്ല മിസ് ഞാൻ നീ ഒന്നും പറയണ്ട, എഴുന്നേറ്റ് കിടാന്ന് പറയും. അങ്ങനെ 2 പ്രാവശ്യം വരട്ടി കഴിയുമ്പോൾ കുട്ടികൾ അടങ്ങിയിരിക്കും. എന്താ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ടീച്ചർ പിന്നെ വീട്ടിൽ ചെന്ന് എക്സാമിനൊക്കെ ഒരുങ്ങാൻ കുട്ടികൾ റെഡിയൊക്കെ ആയിട്ട് വരാതിരിക്കാം. പക്ഷേ ആൻസർ ഷീറ്റിൽ ഒട്ടകപക്ഷിയുടെ മുട്ടയിരിക്കും കിട്ടുക. കാരണം ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിൽ പതിയുള്ളൂ. ദൈവവചനം ആണെങ്കിൽ അതിനേക്കാൾ എത്രയോ അധികം ശ്രദ്ധിക്കണം, മനസ്സ് കൊടുക്കണം. അങ്ങനെ ശ്രദ്ധയില്ലാത്തൊരു ലോകത്തിലേക്കാണ് കുട്ടികൾ വരുന്നത്. കാരണം എന്താണ്? റീൽസിന്റെ യുഗമാണ്. 2 മിനിറ്റ് പോലും നോക്കണ്ട, ഏതാനും സെക്കൻഡുകൾ നോക്കുന്നു, അടുത്തേക്ക് പോകുന്നു. അങ്ങനെ റീൽസ് കണ്ട് കുട്ടികൾക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവര് വേറൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന സുവിശേഷം എന്ന് അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ താല്പര്യം ഡാൻസ് ചെയ്യുക, പിന്നെ ഭക്ഷണം കഴിക്കുക, പിന്നെ കിടന്നു പോകുക, പിന്നെ ഫോൺ ഉണ്ടെങ്കിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു പക്വതയിലേക്ക് വളരാൻ സാധിക്കുന്നില്ല. പഴയ തലമുറയിലെ ആളുകൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥിതി എന്തായിരിക്കും എന്ന് എനിക്ക് സംശയമുണ്ട്. അതിപ്പോ പ്രളയക്കാലം മാത്രമല്ല കേട്ടോ, സാർവത്രികമായിട്ടുള്ള ഒരു ബാധയായിട്ട് മാറിയിരിക്കുക. അപ്പൊ കുട്ടികളെ അല്പം നിർബന്ധപൂർവ്വം ദൈവവചനത്തിലേക്ക് കൊണ്ടുവന്നാൽ ഉപകാരപ്പെടും. ചെറുത് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ മനുഷ്യർക്ക് ദൈവത്തിന്റെ വചനം പ്രയോജനപ്പെടണമെങ്കിൽ ആ ദൈവത്തിന്റെ വചനം അവർ എന്ത് ചെയ്യണം? വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കണം. അതങ്ങനെ തന്നെ സംഭവിക്കുന്നത് നമ്മൾ ഉള്ളിൽ തന്നെ കരുതണം. നമുക്കറിയാം ഒരു പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളാണ്. ആൺകുട്ടികളുടെ കയ്യിൽ, ആരുടെ കയ്യിൽ ബൈബിളില്ല? വളരെ ഫ്രീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെൺകുഞ്ഞുങ്ങൾ 1-2 ജീവികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എബ്രായ ലേഖനത്തിലെ വാക്യങ്ങൾ അവരെടുക്കാൻ ശ്രമിച്ചു, ഞാൻ കണ്ടു. ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷമാണ് 4-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ മനോഹരമായ ഒരു സംഭവമാണ് പറയുന്നത്. യേശുക്രിസ്തു ഒരു സ്ഥലത്ത് 2 അത്ഭുതങ്ങൾ ചെയ്തു. കനാവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. അതേ സെയിം സ്ഥലത്ത് യേശുക്രിസ്തു വരികയാണ്. അതേ സ്ഥലത്ത് യേശുക്രിസ്തു വരുന്നു. അവിടെ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. ഒരു പട്ടാളക്കാരൻ്റെ ഇവിടെ പട്ടാളക്കാരെങ്കിലും ഉണ്ടോ? ഇവിടെ പട്ടാളക്കാരെങ്കിലും ഉണ്ടോ? അല്ലെ, ആരുമില്ല. വീട്ടിലെ പട്ടാളക്കാരാണല്ലേ നമ്മളൊക്കെ. ഓക്കെ, ഒരു പട്ടാളക്കാരൻ, അദ്ദേഹത്തിന്റെ മകൻ എന്ത് പറ്റി? മരിക്കാറായിട്ട് കിടക്കുകയാണ്. എന്താ? പട്ടാളക്കാരൻ യേശുവിനെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവേ, എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ, എന്റെ വീട് വരെ വരണം, എന്റെ മകൻ മരിക്കാറായി. പട്ടാളക്കാരനാണ്. ധാരാളം പട്ടാളക്കാരും പോലീസുകാരൊക്കെ വിശ്വാസത്തിലേക്ക് വന്നവരുണ്ട്. നല്ലൊരു പട്ടാളക്കാരൻ, രാജ്യസേവകൻ എന്ന് പറഞ്ഞാൽ സോൾജിയറാണ് അദ്ദേഹം കർത്താവിനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശുവിന്റെ അടുക്കൽ വന്ന് പറയാണ്, എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പോയില്ല അദ്ദേഹത്തിന്റെ കൂടെ. പക്ഷെ യേശു ഒരു വചനം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. എന്താണ്? പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും എന്ന് പറഞ്ഞ. എല്ലാവരും എന്ന് പറഞ്ഞ്, ഒരു ജീവനില്ല, ശബ്ദം പോരാ. പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും എന്നോട് പറഞ്ഞ്, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പട്ടാളക്കാരൻ എന്തിനാ വന്നേ? മകന്റെ അസുഖം സുഖപ്പെടുത്താൻ യേശുവിനോട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വന്നതാണ്. യേശു പോയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പട്ടാളക്കാരൻ യേശു ക്രിസ്തുവിനോട് ഇങ്ങനെ പറഞ്ഞു, അയ്യോ കർത്താവ്, അങ്ങനെയൊന്നും പറയല്ലേട്ടോ, എന്റെ വീട്ടിലേക്ക് വാ എന്നൊന്നും ആള് പറഞ്ഞില്ല. പിന്നെയോ യേശു ക്രിസ്തു പറഞ്ഞ വചനം വിശ്വസിച്ച് അയാൾ വീട്ടിലേക്ക് പോയി. യേശു ക്രിസ്തു എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. എനിക്ക് തോന്നുന്നു അദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ ഈ വാക്ക് ഉച്ചരിച്ചായിരിക്കും പോയിട്ടുണ്ടാവുക. ഒരു സുഹൃത ജപം പോലെ. എന്ത്? പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം വീട്ടിലെത്തി. വീട്ടിൽ പിറ്റേ ദിവസമാണ് എത്തിയത് എന്ന് പറഞ്ഞാൽ അത്ര ദൂരെന്ന് വരുന്നത്. അദ്ദേഹം വീടിന്റെ ഗേറ്റ് എത്തിപ്പോഴേക്കും പിന്നെ വീട്ടിലെ വേലക്കാരെ ഓടി വന്ന് പറഞ്ഞു, സാറേ മോൻ സുഖപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ വേലക്കാരോട് അദ്ദേഹം ചോദിച്ചു, എപ്പോഴാണ് മകൻ സുഖപ്പെട്ടത്? അവര് പറഞ്ഞു, ഇന്നലെ 7-ാം മണിക്കൂറിൽ മകൻ സുഖപ്പെട്ടു. ഇന്നലെ 7-ാം മണിക്കൂറിലാണ് മകന്റെ സ്ഥിതി മെച്ചപ്പെട്ടത്. അപ്പോൾ ആ അപ്പൻ ഓർത്തു, ഇന്നലെ 7-ാം മണിക്കൂറിലാണ്. ബാക്കി പറ. പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കുമെന്ന്
യേശു ക്രിസ്തു പറഞ്ഞത്. യേശു പറഞ്ഞ അതേ സമയത്ത് വിദൂരത്തിലിരിക്കുന്ന തന്റെ മകന് സൗഖ്യം കിട്ടി. അപ്പൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വേലക്കാരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, മോനെ ശ്രദ്ധിക്കണം, എപ്പോഴാണ് എൻ്റെ മകന്റെ സ്ഥിതി മെച്ചപ്പെട്ടത്? എപ്പോഴാണ് എൻ്റെ മകന്റെ സ്ഥിതി മെച്ചപ്പെട്ടത്? എപ്പോഴാ സ്ഥിതി മെച്ചപ്പെട്ടത്? ഇന്നലെ 7-ാം മണിക്കൂറിൽ. 7-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ വചനം കേട്ട അതേ സമയത്ത് ആരുടെ സ്ഥിതി മെച്ചപ്പെട്ടു? മകന്റെ സ്ഥിതി മെച്ചപ്പെട്ടു. വചനം ആര് കേൾക്കുന്നോ അവരുടെ സ്ഥിതി മെച്ചപ്പെടും. സാമ്പത്തിക സ്ഥിതി ദൈവത്തിന് അതിലിടപെടാം, ആരോഗ്യസ്ഥിതി അതിലിടപെടാം, ആത്മീയ സ്ഥിതി അതിലിടപെടാം, ദൈവത്തിന് നമ്മുടെ എല്ലാ മേഖലയിലും ഇടപെടാം. പക്ഷെ നീ എന്ത് ചെയ്യണം? വചനം വിശ്വസിക്കണം. ദൈവം നിന്നോട് പറയുന്ന വാക്കുകൾ നീ വിശ്വസിക്കണം. ദൈവവചനം, ഇത് പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. ദൈവത്തിന്റെ വചനം കേട്ടാ പോരാ, പള്ളിയിൽ വന്ന് നിന്നാ പോരാ. വിശുദ്ധ കുർബാനയിൽ അന്ന് വായിക്കുന്ന സുവിശേഷ വചനങ്ങൾ, എവെങ്കിലും വായിക്കില്ലേ, പഴയ നിയമം വായിക്കില്ലേ, ലേഖന ഭാഗം വായിക്കില്ലേ, വായിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. വിശുദ്ധ കുർബ നാളെ കഴിഞ്ഞ് ഞായറാഴ്ച വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ കുർബാനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളോട് തന്നെ ചോദിക്കണം, മോനെ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഇന്ന് വായിച്ച സുവിശേഷം ഏത്, ഇന്ന് വായിച്ച പഴയ നിയമ ഭാഗം ഏത്, ഇന്ന് വായിച്ച ലേഖന ഭാഗം ഏത്? മിക്കവാറും പേരുടെ മനസ്സിലുണ്ടാവും. എന്താ കാര്യം? വചനം ശ്രദ്ധിക്കുന്നില്ല. വചനം ശ്രദ്ധിച്ചാൽ മാത്രമേ ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടൂ. ഉള്ളൊരു സഹോദരി, പുള്ളിക്കാരുടെ വിവാഹം കഴിഞ്ഞു. ആ സ്ത്രീക്ക്, ആ സഹോദരിക്ക് 2 മക്കളുണ്ട്. മക്കളെയും വിവാഹം കഴിക്കാറായി. പക്ഷേ പുള്ളിക്കാരുടെ വിവാഹം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞപ്പോൾ, പണ്ട് വിവാഹമെല്ലാം ഒരു വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, അന്ന് വീഡിയോ കാസറ്റ് ആണ്, വലിയ വീഡിയോ കാസറ്റ്. അത് 15 വർഷം കഴിഞ്ഞ് അവളുടെ കല്യാണം ഒന്നുകൂടെ കാണാൻ ശ്രമിച്ചിട്ട് എന്നോട് പറഞ്ഞു, നാന്തു ബ്രദറെ, എന്റെ കല്യാണത്തിന് അച്ഛൻ പറഞ്ഞ പ്രസംഗം എത്ര മനോഹരായിരുന്നേ. എപ്പോഴാ കേൾക്കണേ? 3 കൊച്ചിന് 10ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ അത്ര നേരം എന്താ കണ്ടുകൊണ്ടിരുന്നത്? അത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് ഈ ചുണ്ടിലിട്ട മറ്റേ ചാന്ത് ഇളകി പോകോ, പിന്നെ അയാൾ ആരാണ് അടുത്ത് നിൽക്കുന്നത്, ആരാണ്, ഇതൊക്കെയാണ് ശ്രദ്ധിച്ച. വചനമൊന്നും കേട്ടില്ല. എന്നാലും അത് റെക്കോർഡ് ചെയ്ത് കാരണം 15 കൊല്ലം കഴിഞ്ഞപ്പോഴെങ്കിലും അത് കേൾക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവവചനം ശരിയായി ശ്രദ്ധിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യണം. വചനം ശരിക്കും ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അതാണ് ഈ രാജസേവകന്റെ ഭൃത്യന്റെ മകന്റെ കാര്യത്തിൽ യോഹന്നാൻ 4:46 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. പട്ടാളക്കാരനോട് യേശു ക്രിസ്തു പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ ശ്രദ്ധിക്കൂ. പട്ടാളക്കാരനോട് യേശു എന്താ പറഞ്ഞേ? പോയി നിന്റെ പാട്ടിന് പോടാ എന്നാണ് പറഞ്ഞേ? അല്ല, പിന്നെന്താ പറഞ്ഞേ? പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പട്ടാളക്കാരൻ എന്ത് ചെയ്തു? കേട്ട വചനം വിശ്വസിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ എന്ത് പറ്റി? മകന് സൗഖ്യം. പ്രിയപ്പെട്ടവരെ, മകന്റെ സ്ഥിതി മെച്ചപ്പെട്ടു. നമ്മുടെ എല്ലാ സ്ഥിതികളിലും മാറ്റം വരുത്താൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. പക്ഷെ നീ എന്ത് ചെയ്യണം? എല്ലാവരും ബൈബിൾ എടുത്ത് മുത്തിയാപ്പോ എല്ലാം നല്ല ചുംബന കൊടുക്കുന്ന ബൈബിളിന്, അതിൽ വിരോധമില്ല. പിന്നെ കിടക്കുമ്പോൾ പിന്നെ ബെഡിന്റെ അടുത്ത് ചേർത്ത് വെച്ചിരിക്കുന്നു. ചില ബൈബിൾ തുറന്ന് പൂമാലയിട്ട് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നു. വലിയ കഥയൊന്നുമില്ല. പിന്നെയോ, നീ വചനം ശ്രദ്ധിക്കണം, നീ വിശ്വസിക്കണം. മെഡിക്കൽ ഷോപ്പിൽ പോയി നോക്കി, എന്തുമാത്രം മെഡിസിൻ ഇരിക്കുന്ന മെഡിക്കൽ ഷോപ്പ് കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് മരുന്നുകൾ എന്നൊക്കെ എഴുതി വെച്ചാൽ കണ്ടില്ല, എന്തുമാത്രം മരുന്നുകൾ ഇരിക്കുന്നത്. പക്ഷെ അവിടെ മരുന്ന് കച്ചവടം ചെയ്യുന്ന ചേട്ടനെ ആസ്മയുടെ അസുഖം, അയാളുടെ വലി കണ്ടിട്ട് നമുക്ക് വരെ ശ്വാസം മുട്ടൽ അല്ലെ? ആസ്മ രോഗികൾ ശ്വസിക്കുമ്പോൾ നമുക്ക് ആകെ ബുദ്ധിമുട്ട് വരും. അയാളുടെ ഒരു ശ്വാസം എടുക്കാനുള്ള പ്രയാസം കാണുമ്പോൾ നമുക്കും ആകെ അസ്വസ്ഥത വരും. അപ്പൊ നമ്മള്, ചേട്ടായി ഈ മരുന്നൊന്നുമില്ലേ? എന്റെ മോനെ ആസ്മയുടെ എല്ലാ മരുന്ന് ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാ രോഗത്തിനോടും മരുന്നുണ്ട്. പിന്നെ എന്താ ചേട്ടനെ അസുഖം മാറാത്ത? ഒന്നും കഴിക്കാറില്ല. ഇതുപോലെയാ ക്രിസ്ത്യാനി, മരുന്നെല്ലാം കയ്യിലുണ്ട്, പക്ഷെ എന്ത് ചെയ്യത്തില്ല? കഴിക്കില്ല. അങ്ങനെയുള്ളവർ പറഞ്ഞ ഹല്ലേലൂയ. അത് തന്നെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, സൺഡേ സ്കൂളിലുള്ളവര് സത്യസന്ധരാണ്, എല്ലാം തുറന്നു പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ, നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്ത് ശ്രദ്ധിക്കണം? വചനം ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ? വിശ്വസിക്കണം. അതാണ് കഴിഞ്ഞ ദിവസം പെട്ടകത്തിൽ കയറിയാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? പെട്ടകത്തിൽ കടക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നാണ് അർത്ഥം. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറയുന്നതും പെട്ടകത്തിൽ കടക്കുക എന്ന് പറയുന്നത് രണ്ടൊന്നും തന്നെയാണ്. മനസ്സിലായോ പറയുന്നത്? പെട്ടകത്തിൽ കയറുക എന്ന് പറയുന്നതും യേശു ക്രിസ്തു പറഞ്ഞ വചനം വിശ്വസിക്കുക എന്ന് പറയുന്നതും അർത്ഥം സത്തയിൽ ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. ഒരു ജീവനില്ല, ഹല്ലേലൂയ്ക്ക് ഒരു ജീവനില്ല. ഹല്ലേലൂയ വയ്യാന്നാണോ പറയുന്നത്? ശരിക്കൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനം നമ്മളെ പ്രചോദിപ്പിക്കും, ശക്തിപ്പെടുത്തും. ദൈവത്തിന്റെ വചനം വിശ്വസിക്കണം. ഒരു ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു, മക്കളും കണ്ട് ശ്രദ്ധിച്ച്, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച്, ഒരു ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു. തൊട്ടടുത്ത്, ആ കൺവെൻഷൻ ഗ്രൗണ്ടിന് തൊട്ടടുത്ത് ഒരു ഹിന്ദു സഹോദരി താമസിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കൺവെൻഷന്റെ സമയത്ത് ഈ പാട്ടും പ്രാർത്ഥനയൊക്കെ കേട്ടപ്പോ പുള്ളിക്കാരി ചോദിച്ചു, ഭർത്താവിനോട് ചോദിച്ചു, ചേട്ടൻ ഞാൻ പോയിരുന്നു കേട്ടോ, വേണ്ടി പോരുത്, ക്രിസ്ത്യാനികളുടെ ചാട്ടം ഓട്ടം പാട്ടൊക്കെയാണ്, പോണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പോണ്ടാന്ന് പറഞ്ഞേ ഒരാൾ ഉറങ്ങുന്നുണ്ടായിരുന്നു, ആളിപ്പോ എഴുന്നേറ്റു.
പിന്നെ പോണ്ടെന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ ഭർത്താവിനനുസരിച്ച് പോയൊന്നുമില്ല. പക്ഷെ അവിടെ വചനം കേട്ടുകൊണ്ടിരുന്നു. പിന്നെ അവിടെ 5-ാമത്തെ ദിവസം അങ്ങനെ അവിടെ പാട്ടുപാടി ആരാധിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഒരു 7:30 കാണും, പുള്ളിക്കാരി എന്ത് ചെയ്തു, കുറച്ച് പിന്നെ വെളിച്ചെണ്ണയും മുളക് പൊടിയൊക്കെ മേടിക്കാനുണ്ടായി. തൊട്ടടുത്ത കടയിൽ പോയി സഞ്ചിയും വെളിച്ചെണ്ണ വാങ്ങിക്കാനുള്ള കുപ്പിയെല്ലാം കൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അവിടെ ആരാധന നടക്കുന്നതിന്റെ ഇടയിൽ വിളിച്ചു പറയുന്ന അവിടെ കിട്ടിയ സൗഖ്യങ്ങളെ കുറിച്ച് പറയാണ്. അപ്പോൾ ഈ സഹോദരിക്ക് വിവാഹം കഴിഞ്ഞ് 10-20 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പൊ അവളിങ്ങനെ അവിടെ വിളിച്ചു പറഞ്ഞു, ദേവദാസ് വിളിച്ചു പറയുന്നു, 10-20 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ത്രീയെ കർത്താവ് അനുഗ്രഹിച്ച് കുഞ്ഞിനെ നൽകുന്നു പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരി ഈ സഞ്ചി കൂപ്പി എല്ലാം കൂടി അടിവയറ്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അത് ഞാനായിരിക്കും. ടിക്കറ്റ് അവിടെ പോയി വീണു. ഉള്ളിൽ നിന്ന് മേരിക്കും ഊരിക്കും ലോട്ടറി അടിച്ചില്ല, അങ്ങോട്ട് പോയി അനുഗ്രഹം പുറത്തേക്ക് പോയി. എന്ത് ചെയ്തു ആ സ്ത്രീ? കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്നില്ലെങ്കിലും മനസ്സ് മുഴുവൻ എവിടെയായിരുന്നു? കൺവെൻഷൻ ഗ്രൗണ്ടിൽ. അവിടെ കേട്ട വചനം മുഴുവൻ അവളുടെ കൊച്ചു കുടിലിരുന്ന് കേട്ടു. അവൾക്ക് കുഞ്ഞുണ്ടായി. മീൻകറിൽ ഉൾപ്പെടണമെന്ന് ചോദിക്കുന്നത് എന്താ? കടലിലല്ലേ എത്ര കാലം കിടന്നത്? കടലിലല്ലേ മീൻ കിടന്നത്? കടലിൽ മുഴുവൻ എന്തല്ലേ? ഉപ്പ് വെള്ളല്ലേ? അതുകൊണ്ട് ഉപ്പിടണമെന്ന് അമ്മയോട് സംശയം ചോദിക്കുകയാണ്. കടലിൽ എത്ര കാലം മീൻ കിടന്നാലും മീന്റെ ദേഹത്ത് പറ ഒരു തരി ഉപ്പുണ്ടാവില്ല. അതുപോലെ നമ്മൾ സത്യസഭയിലെ അംഗങ്ങളാണെങ്കിലും ബാക്കി പറ ഉപ്പൊന്നും പിടിച്ചിട്ടില്ല. ഇനി എപ്പോഴാ മത്സ്യത്തിൽ ഉപ്പ് പിടിക്കാന്ന് അറിയുമോ? അതിനെ കൊന്ന് അതിന്റെ ചെതുമ്പിലെല്ലാം കളഞ്ഞ് അതിനെ വരഞ്ഞ് ഉപ്പും മുളകും തേക്കും. അങ്ങനെ തേച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരൊറ്റ വറക്കലോട് കൂടി ആളുകളുടെ ആമാശയത്തിൽ ചെല്ലുമോ? ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉപ്പ് പിടിക്കുക. മനസ്സിലായോ? ചില ഫോണിലൊക്കെ ഞാൻ കാണാറുണ്ട് ചില ക്ലാസ്സുകൾ. നിങ്ങൾക്ക് ബാങ്കിൽ കടബാധ്യത ഉണ്ടെങ്കിൽ ആ ബാങ്കിന്റെ മുമ്പിൽ ഉപ്പ് വിതറിയാൽ മതി. എന്റെ പ്രിയ സുഹൃത്ത്, അങ്ങനെ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? കർത്താവ് പറഞ്ഞിരിക്കുന്നത് ബാങ്കിന്റെ മുമ്പിൽ ഉപ്പ് വിതറാനല്ല, പിന്നെയോ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഓരോ ക്രൈസ്തവരും യേശുവിന്റെ കൂടെ ജീവിച്ച് അവന് ഉപ്പ് അഥവാ ദൈവികത ഉണ്ടാവുമ്പോൾ മോനെ ഇവിടെ ശ്രദ്ധിച്ച്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞാൽ ഉപ്പ് പണ്ട് കാലത്ത് എന്തിനാണ് ഉപയോഗിച്ചത്? മീനോ ഇറച്ചിയൊന്നും മാംസമൊന്നും ചീഞ്ഞു പോകാതിരിക്കാത്ത ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. അപ്പൊ ഉപ്പ് ഇട്ട് വെക്കും, അപ്പൊ മീൻ അഴുകി പോവില്ല. അപ്പൊ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു ക്രൈസ്തവന്റെ കൂടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കൂട്ടുകാരനൊക്കെ കൂടി നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ അവരൊരിക്കലും ചീത്തയാകെ പോവില്ല എന്ന്. ചീത്തയാവാൻ പാടില്ല, കാരണം നിങ്ങളിൽ ഉപ്പുണ്ടെങ്കിൽ. ഏത് കറയിലിടുന്ന ഉപ്പല്ല, പിന്നെയോ യേശുവിന്റെ കൃപ, ദൈവികത, ആ ഡിവൈൻ നേച്ചർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ചേരുന്നവർ നശിച്ചു. ഇതാണ് ബൈബിൾ എഴുതിയത്. എന്നിട്ട് വിവരക്കേട് ഫോണിലൂടെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെന്ന്? കടം, നിങ്ങൾക്ക് 25 ലക്ഷം കടമുണ്ടെങ്കിൽ അത് പള്ളിയിൽ അച്ഛനെ കൊണ്ട് ആശീർവദിച്ച് ആ ഉപ്പ് കൊണ്ട് ബാങ്കിന്റെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഈയിടെ കണ്ടു കമ്പ്യൂട്ടറിൽ ഉപ്പ് ഇട്ടാൽ മതി, അപ്പൊ കമ്പ്യൂട്ടറിന്റെ എക്സാം പാസ്സാവും. കമ്പ്യൂട്ടർ മുഴുവൻ കേടായി പോകും. മനുഷ്യന്റെ തലച്ചോറിന്റെ സ്ഥാനത്ത് ചാണകവെള്ളം എന്താ കലക്കി ഒഴിച്ചേടുന്നതാണ് ഇതിലേക്ക് പറയുന്നത്. ഇതൊക്കെ ദൈവവചനത്തിന് വിരുദ്ധമാണ്, യുക്തിക്ക് നിരക്കുന്നതല്ല, ലോജിക്കല്ല പറയുന്നത്. ദൈവവചനത്തിൽ 2000 വർഷം മുമ്പ് യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ദാറ്റ് മീൻസ് നമ്മൾ കർത്താവിനോട് കൂടെ നടന്ന ദൈവികരായ മനുഷ്യരാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ നശിച്ചു പോകില്ല. നശിച്ചു പോകാതെ അവരെ രക്ഷയിലേക്ക് നയിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. മറ്റേതാണ് എളുപ്പേ ചെയ്യാൻ, മറ്റേത് എളുപ്പ. എന്നത് 25 ലക്ഷം അർബൻ ബാങ്കിന്റെ മുറ്റത്തിട്ട ദൈവമേ ബാങ്കുകാരെ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചില ബാങ്കിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ ബാങ്കിന് എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ വന്ന് കത്തിപ്പോണം, എന്റെ ആധാരം മാത്രം കത്തരുതേ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് പറയുന്നത്. അവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ച് പേരുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ തെറ്റായ പ്രാർത്ഥന. അതെങ്ങനെ നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയല്ല പറയുന്നത്. അവര് നമുക്ക് ബാങ്കുകാരെ നമുക്ക് ലോൺ തന്നല്ല, ദൈവമേ ഈ ബാങ്കിനെ അനുഗ്രഹിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ബാങ്കിനെ കരുണ കാണിക്കാൻ പറ്റില്ല കേട്ടോ. ബാങ്ക് കരുണ കാണിച്ച ബാങ്ക് പൊളിഞ്ഞു പോകും. കരുണ എവിടെ നിന്ന് കിട്ടത്തുള്ളൂ? ദൈവത്തിനെ കരുണ കാണിക്കാൻ പറ്റുള്ളൂ, ബാങ്കിന് കരുണ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ആരും ചിന്തിക്കരുത്. അപ്പൊ നമ്മളുടെ പ്രായോഗിക ജീവിതം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം, മോനെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ വചനം നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനം വിശ്വസിക്കുക. മറ്റൊരു വാക്യം എടുക്കൂ. റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യം. റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യം. റോമാലേഖനം 4:19 മുതലുള്ള വാക്യം. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം നോക്കിയ റോമാലേഖനം 4:19. റോമാലേഖനം 4:19. റോമാലേഖനം 4:19 അബ്രഹാമിന്റെയും സാറായുടെ കാര്യം പറയാണ്. ഞാൻ ഈ POC ബൈബിളിൽ പറയാം. അബ്രഹാം വ്രതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്ന് അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വായിക്കൂ, സത്യവേദ പുസ്തകത്തിൽ വായിക്കൂ.
മതി അത് നമുക്ക് നോക്കാം. അതായത് കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് ശ്രദ്ധിച്ച്, ആൺകുട്ടികൾ ശ്രദ്ധിച്ച്. 100 വയസ്സായ ആളുകൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും 100 വയസ്സായ ആളുകളെ കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടേ? ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നില്ല, എവിടെയെങ്കിലും വീടുകളിലൊക്കെ ഒതുങ്ങി കൂടി കഴിയുന്നുണ്ടാവും. 100 വയസ്സായ ഒരാളുടെ ശരീരം എങ്ങനെ ഉണ്ടാവും? നല്ല സ്കിന്നെല്ലാം ചുളിഞ്ഞു പോകും, ജരാനരകൾ ബാധിക്കും. ജര എന്ന് പറഞ്ഞാൽ ഈ തൊലി ചുളിയുന്നതിനെയാണ് ജര. എനിക്കറിയാം, പള്ളിയിൽ ഒരു പാട്ടുകാരൻ പാടുന്നതാണ് സർവ്വജരാചര സൃഷ്ടാവ്. ഞാൻ പാട്ടുകാരോട് പറഞ്ഞു, ജരാചരല്ല ചരാചരങ്ങളാണ്. ജരാചരം പാട്ടുപാടുന്നത് സർവ്വജരാചര സൃഷ്ടാവ്. ഞാൻ അവനെ മാറ്റി നിർത്തി പറഞ്ഞു, എടാ ജര എന്ന് പറഞ്ഞാൽ തൊലി ചുളിയുന്നതാണ്, സർവ്വചരാചരങ്ങൾ. എന്നാലും പിന്നെ അതിന്റെ പേര് സർവ്വജരാചര സൃഷ്ടാവ്. ജരാചരം. ഈ കേൾക്കുന്ന അവിടെ ഇരിക്കുന്ന ആളുകൾ ഇതൊക്കെ ശ്രദ്ധിച്ച് അവർ ഉള്ളിൽ ചിരിക്കും. ജരാചരം. അപ്പോ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. കളിയാക്കുന്നല്ല, ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന്റെ ശരീരത്തെ ബോധിക്ക് നോക്കിയോ, ചുക്കി ചുളിഞ്ഞു അല്ലെ, ഒരു കൂടിയൊക്കെ ആയിരിക്കും നടക്കുന്നത്. യാന്ന് പറഞ്ഞൊക്കെ നടക്കുന്നത്. സാറായിയുടെ ഉദരം സാറാബിയും പ്രായമായി, ഉദരം ഒക്കെ, പിന്നെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനൊന്നും കഴിവില്ല. അങ്ങനെ 2-3 തടസ്സങ്ങൾ. ഒന്ന്, അബ്രഹാമിന്റെ ശരീരം വ്രതപ്രായമായി. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ അമ്മൂമ്മ ഒന്ന് ചിന്തിച്ച്, അമ്മച്ചിണ്ടോ? ഒത്തിയമ്മൂമ്മയ്ക്ക് ഉണ്ടാവും. ആ അമ്മൂമ്മയ്ക്ക് വിശേഷമായി എന്ന് വിചാരിച്ചാലോ, അമ്മൂമ്മ ഗർഭിണിയാണെന്ന് വിചാരിച്ചാലോ, എന്റെ ദൈവമേ, പ്രളയക്കാടിൽ പ്രളയം പോലെയാവും ഈ വാർത്ത. കാരണം ആളുകളൊക്കെ ഒന്ന് ദിവ്യ എലിക്കുട്ടിക്ക് വിശേഷമായി, ആ കാരണവരെന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ വിപ്ലവമാക്കും പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒന്ന് ഓർത്തു നോക്കിയും എല്ലെന്തോലുമായി കേൾക്കുന്നത് ഈ അമ്മൂമ്മ വിശേഷമായി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ സാറാമ്മ ഈ ഗർഭധാരണത്തിന്റെ പ്രായം കഴിഞ്ഞു, യുവതിയൊന്നല്ല, അങ്ങ് വയസ്സായി. പിന്നെയോ അബ്രഹാം ആണെങ്കിലോ ശരീരം എങ്ങനെ ഇരിക്കുന്നത്? മദർ തെരേസയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? മദർ തെരേസയുടെ ഫോട്ടോ ചുക്കി ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നത്. അതുപോലായി അബ്രഹാം പിതാവ്. പിന്നെയോ സാറാമ്മയ്ക്ക് ഒരു അസുഖം കൂടിയുണ്ട്. എന്താണെന്നറിയാം? അസുഖം വന്ധ്യത. ഞാൻ ചാലക്കുടിയിൽ നിന്ന് കണ്ടു വരുമ്പോൾ അവിടെയൊക്കെ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ പരസ്യം വെച്ചിട്ടുണ്ട്. ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ മനസ്സിലാവണല്ലേ പറയുന്നത്? പക്ഷെ അന്നൊന്നും ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവൾക്ക് സാറാക്കി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനും കഴിയില്ല, പ്രസവിക്കാനും കഴിവില്ല, വന്ധ്യതയുണ്ട്. 3 തടസ്സങ്ങൾ അതുകൂടെ പറയാം. 1, അബ്രഹാം വ്രതപ്രായനായി. 2, സാറായുടെ ഉദരം പിന്നെ സാറായും പ്രായം കവിഞ്ഞവളായി. പിന്നെ വന്ധ്യത എന്ന അസുഖമുണ്ട്. 3 തടസ്സങ്ങൾ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു കുഞ്ഞുണ്ടാകും. അബ്രഹാം ആ വാഗ്ദാനം വിശ്വസിച്ചു. അബ്രഹാം സാറായെ നോക്കിയാലോ, ഇവിടെ പ്രസവിക്ക്. സാറാ നോക്കിയിട്ട് ഈ കിളവനോ? നടപ്പുള്ള കാര്യമില്ല. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കാം. കുഞ്ഞുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. പക്ഷെ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു, കുഞ്ഞുണ്ടാവും. ഈ ഉണക്കവടി പുഷ്പിക്കുന്നു പറഞ്ഞു. ഏത് ഉണക്കവടി? സാറാ കണ്ട, അമ്മമാർക്ക് എന്തൊരു സദ്യ നോക്കി കണ്ട, ഈ ഉണക്കവടി പുഷ്പിക്കും, തളർക്കുമെന്ന് ദൈവം പറഞ്ഞത് അബ്രഹാം വിശ്വസിച്ച് അങ്ങ് കാത്തിരുന്ന് ഒരു ദിവസം എന്റെ മാവ് പൂക്കും. ആ മാവ് പൂത്തു. ആ പൂത്തുണ്ടായ കുഞ്ഞിന്റെ പേരാണ് പറഞ്ഞ് കന്നഡ വെച്ച കുട്ടി പറഞ്ഞ് സാറ. ആ സാറ പൂത്തു. എന്നിട്ടോ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞിന്റെ പേര് അവിടെ പറഞ്ഞ ടീഷർട്ട് ഇരിക്കുന്ന കുട്ടി, കൈ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന സുന്ദരൻ, അറിഞ്ഞൂടാ? പുറയുന്ന് കിട്ടി ഉത്തരം. ഞാൻ കണ്ടു. ഇസ്ഹാക്കായിരുന്നു കേട്ടോ ആ കുഞ്ഞ്. മനസ്സിലായില്ലേ? അതാണ് വായിച്ചത്. റോമാലേഖനം 4:19. സാറായുടെ ഉദരം വന്ധ്യമാണെന്ന് അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചില്ല. എന്താ ദൈവത്തിന്റെ വാഗ്ദാനം? കുഞ്ഞുണ്ടാകുന്നു. ആ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അബ്രഹാം മൃതപ്രായനായിരിക്കുന്നു, സാറായുടെ ഉദരം വന്ധ്യമാണ്, കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിവില്ല. പക്ഷെ ദൈവം പറയുന്നു, എന്ത് പറയുന്നു? ദൈവം എന്ത് പറയുന്നു? ഈ പഞ്ചായത്തിൽ ഇല്ലല്ലോ സുഹൃത്ത്, അതോടെ വെച്ച് ദൈവം എന്ത് പറയുന്നു? കുഞ്ഞുണ്ടാവും പറയുന്നു. ആരോട് പറയുന്നു? അബ്രഹാമിനോട് പറയുന്നു അല്ലേ? അബ്രഹാം പിന്നെ ആരോടോ? നമ്മോടോ? എന്നോടോ? അബ്രഹാമിനോട് പറയുന്നു കുഞ്ഞുണ്ടാവുന്നു. കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത ഇല്ല. അപ്പൂപ്പനായി, അമ്മൂമ്മയായി, ഇനി കുഞ്ഞുണ്ടാവത്തില്ലല്ലോ. ചെറുപ്പത്തിലല്ലേ കുഞ്ഞൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് നല്ല യുവതി യുവാവൊക്കെ ആയിരിക്കുമ്പോ എല്ലുന്തോലായി ഈ പ്രായത്തില് കുഞ്ഞുണ്ടാവോ? ഇതുപോലെ ഏക്കമുട്ടിരിക്കുന്ന ആളുകൾക്ക് കുഞ്ഞുണ്ടാവോ? പക്ഷെ ദൈവം എന്ത് പറഞ്ഞു? ദൈവം എന്ത് പറഞ്ഞു? മിണ്ടത്തില്ല, ഇത് ഒരു ജീവനില്ലല്ലോ. ദൈവം എന്ത് പറഞ്ഞു? കുഞ്ഞുണ്ടാകും. അപ്പോ കുഞ്ഞുണ്ടായത് ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ശക്തിയാണ്. മനസ്സിലായോ? വാഗ്ദാന വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രോമിസ് ആണ്. അബ്രഹാം അത് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അബ്രഹാം അത് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അനുഗ്രഹം പ്രാപിച്ചു. ഇന്ന് പലരും അനുഗ്രഹം പ്രാപിക്കാത്തതിന്റെ കാരണം ദൈവത്തിന്റെ വാക്കുകൾ അവര് വിശ്വസിക്കുന്നില്ല. ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല.
ദൈവത്തിന്റെ തിരുവെഴുത്ത് വിശ്വസിക്കുന്നില്ല. എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കൂ. എനിക്കറിയാം ഒരു പാട്ടുകാരൻ നന്നായിട്ട് പാട്ട് പാടും. അദ്ദേഹത്തിന്റെ അമ്മ രോഗിയായി എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. രോഗിയായി കിടക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, അബ്ദുള്ളേ എന്റെ അമ്മയുടെ അടുത്തുനിന്ന് വരാമോന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. നമുക്ക് നല്ല പ്രായമുണ്ട്, 10-50 വയസ്സ് കഴിഞ്ഞു. കട്ടിലൊന്ന് എഴുന്നേറ്റ് ഇരിക്കും, കിടക്കും. അങ്ങനെ വേണമെങ്കിൽ ആ കട്ടിലിന് ചുറ്റും നിന്നൊക്കെ നടക്കാന്ന് മാത്രം. ഞാൻ ശ്രദ്ധിച്ചു, കട്ടിലിൽ ഇരുന്നിട്ട് ആ തൊട്ടടുത്ത് ജനലുണ്ട്. ആ ജനലിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആ മെഴുകുതിരി കെട്ട് കഴിയുമ്പോൾ അടുത്ത് തിരി കത്തിക്കും. രാത്രി ഇങ്ങനെയാണ്. രാത്രി കിടന്നുറങ്ങി ഒരു തിരി കത്തി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, ഇത് രാത്രി മെഴുകുതിരി എങ്ങനെ കട്ടിലേക്ക് മറിഞ്ഞു വീണ് ഇത് തീ പിടിച്ചു വേണമെങ്കിൽ ആളുകൾക്ക് അപകടം ഉണ്ടാവാം. പക്ഷെ അമ്മയുടെ ചിന്ത എന്താണ്? ഈ തിരി ഇങ്ങനെ കെട്ടുപോയാൽ ദൈവത്തിന്റെ അനുഗ്രഹം തടസ്സപ്പെട്ടു. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവരുടെ മനസ്സിൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ഈ തിരി കത്തിക്കലാണ് അവരുടെ മനസ്സിലാക്കുന്നത്. അവർക്ക് യേശുവായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം വന്നിട്ടില്ല. ആ ബന്ധമില്ലാത്തതുകൊണ്ട് വയസ്സായപ്പോ ആ പുള്ളിക്കാരിക്ക് ടെൻഷനാണ്. തിരി കെട്ടാൽ ആകെ അപകടം. അങ്ങനെ എത്ര വർഷങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ വന്നുകൊണ്ടിരുന്നതാ. പക്ഷെ വരല് മാത്രമുള്ളൂ ആള് ദൈവത്തിന്റെ വചനമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഭയങ്കര അപകടമാണത്. ഇപ്പൊ എനിക്കൊരു ടീച്ചർ, പുള്ളിക്കാരി കൂടെ എന്നെ വിളിക്കുന്നതാ. 90 വയസ്സ് എത്തി. എപ്പോഴും ടെൻഷനാ പുള്ളിക്കാരിക്ക്. അത്യാവശ്യം പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇങ്ങനെ ടെൻഷൻ പിടിക്കേണ്ട ഒരു കാര്യമില്ല. വിവാഹം കഴിച്ച ആളല്ല. ബന്ധുക്കളുടെ വീട്ടിൽ ഇങ്ങനെ പുള്ളിക്കാരിക്ക് താമസിക്കാം. പുള്ളിക്കാരി പറയുന്നത്, നന്ദു ബ്രദറെ, എനിക്കിപ്പോ 90 വയസ്സുണ്ട്. ഇനിയിപ്പോ ഇവരുടെ കാലശേഷം എന്നെ ആരാ നോക്കുക? ആരുടെ കാലശേഷം? ഈ ആങ്ങളയുടെ വീട്ടിലാണ് താമസിക്കുന്ന ആങ്ങളമാരുടെ. ഈ 90 ആൾക്ക് എന്റെ ടീച്ചറെ ചാവെന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. ഇത്രയും 90 വയസ്സ് വരെ ദൈവം കാത്തല്ലേ, ഇനി ആ ദൈവം കാത്തോളും. എന്നാലും ഞാൻ ഇപ്പൊ ഇവരൊക്കെ മരിച്ച എത്ര കൊല്ലം പള്ളിയായി ബന്ധപ്പെട്ട് നടത്തുന്നു. പക്ഷെ ഇതൊന്നും അകത്തേക്ക് കയറിയിട്ടില്ല. ഏത്? ദൈവത്തിന്റെ വചനം. ഇത്രയും കാലം പോറ്റിപ്പുലർത്തിയ ദൈവത്തിന് ഏതാനും നാളുകൾ പോറ്റിപ്പുലർത്താൻ സാധിക്കില്ലേ? അവിശ്വാസമാണ്, അവിശ്വാസം. അവരിങ്ങനെ എന്തൊക്കെയോ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറെ പ്രാർത്ഥന കടലാസ് ഉണ്ട്. അങ്ങനെ ചൊല്ലി തീർക്കും. പിന്നെ അടുത്ത കടലാസ്, പിന്നെ അടുത്ത കടലാസ്. അയ്യോ, ഒരു കടലാസ് കാണാനില്ലല്ലോ, അയ്യോ അത് പോയോ. ഈ കടലാസിലെ ഭക്തി കൊണ്ടു കിടക്കുക. അല്ലാതെ യേശുവായിട്ടൊരു ബന്ധമില്ല. ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല. മക്കളെ കണ്ട് ശ്രദ്ധിച്ചാൽ, ആൺകുട്ടികൾ ശ്രദ്ധിച്ചാൽ, ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല. എന്താണ് അങ്ങനെ പറയുന്നത്? ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്ന് പറയുന്നത് എന്താ എന്റെ അർത്ഥം? ചാലക്കുടിയിലൊക്കെ എപ്പോഴും പറയുന്ന ഏടിലെ പശു പുല്ല് തിന്നുകയില്ല എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ ഏടില്ലേ, ഈ പേപ്പർ, ഇതിൽ പശുവിന്റെ പടം വരച്ച് വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാനേ. ആ പശു പുല്ല് തിന്നില്ല. പാഠപുസ്തകത്തിലെ പശുവിന്റെ പടം, ആ പശു പുല്ല് തിന്നോ? അതുപോലെ പല വിശ്വാസികളും അങ്ങനെയാണ്. പുല്ല് തിന്നാൻ പറ്റുന്നില്ല, ദൈവവചനം ഭക്ഷിക്കാൻ പറ്റുന്നില്ല. അവര് വേറെ ഏതോ ലോകത്താണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ശരിക്കും ഭക്ഷിച്ചാൽ, ദൈവവചനം വായിച്ചാൽ, ദൈവവചനം ധ്യാനിച്ചാൽ എത്ര വ്യത്യാസമായിരിക്കും. ഭയങ്കര വ്യത്യാസമായിരിക്കും മനുഷ്യൻ. ഞാനൊരു ഹിന്ദുമതത്തിൽ ജനിച്ചു വളർന്ന ആളല്ല. ഹിന്ദുമതത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഈ ദൈവവചനം കേൾക്കാൻ ദൈവം അനുവദിച്ചു. അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. വീണ്ടും ശ്രദ്ധിച്ചു. അങ്ങനെയാണ് ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത്. വചനം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഹിന്ദുക്കൾക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. ക്രിസ്ത്യാനികളെ 2ാം കൂടിക്കാരായിട്ട് കർത്താവ് കാണുന്നില്ല. നോക്കൂ, പ്രവൃത്തികളുടെ പുസ്തകം 10:35 വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10:35 വാക്യം ഒന്ന് നോക്കി. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? സത്യമായ ദൈവത്തിന് പക്ഷപാതമില്ലെന്നും ദൈവം മുഖം നോക്കുന്നവനല്ലെന്നും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവന് സ്വീകാര്യനാണെന്നും. വായിച്ച് 10:34-35 വാക്യായാലും മതി. കണ്ടോ? ഏത് ജനതയിൽപ്പെട്ടവനായാലും കർത്താവിന് സ്വീകാര്യനാണ്. ഹിന്ദുവെന്നോ മുസൽമാനെന്നൊന്നുമില്ല. ഏത് ജനതയിൽപ്പെട്ടവനെയും കർത്താവ് സ്വീകരിക്കും. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഒരു ജീവനില്ലല്ലോ, എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവായിട്ടുള്ള ബന്ധമാണ് വേണ്ടത്. ആ ബന്ധം കുഞ്ഞുങ്ങൾക്കൊക്കെ ആരായിട്ട് ബന്ധം വേണം? യേശുവായിട്ട് ബന്ധം വേണം, ഒരു ആത്മബന്ധം. നിങ്ങൾക്ക് കൂട്ടുകാരോട് നല്ല ബന്ധമല്ലേ? അല്ലേ? കൂട്ടുകാരോട്. അതുപോലെ യേശുവിനോട് ബന്ധം വേണം. നോക്കുക ഒരു വാക്യം, മത്തായിയുടെ സുവിശേഷം 21:13 വാക്യം. മാത്യു ചാപ്റ്റർ 21:13. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലാണ് ഈ ദേവാലയ 14 വാക്യമാണ്. 14. മത്തായിയുടെ സുവിശേഷം 21:14 വാക്യം. മത്തായി 21:14 വാക്യം. മതി, ഞാൻ പറയുന്ന ഏറ്റു പറഞ്ഞ അന്ധന്മാരും മുടന്തന്മാരും എന്നൊക്കെ പറഞ്ഞ അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുത്തെത്തി അവനവരെ സുഖപ്പെടുത്തി. അത് പറഞ്ഞേ, ഞാൻ പറഞ്ഞ വാക്യം പറഞ്ഞേ ഒന്നുകൂടെ ഞാൻ പറയാം. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിലെത്തി അവനവരെ സുഖപ്പെടുത്തി. പറഞ്ഞേ, മിണ്ടുന്നില്ല എല്ലാവരും പറഞ്ഞ്. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിലെത്തി
അവൻ അവരെ സുഖപ്പെടുത്തി. അങ്ങനെയാണോ ബൈബിൾ എഴുതിയത്? അങ്ങനെയല്ല എഴുതിയത്. അങ്ങനെയല്ല എഴുതിയത്. അത് കണ്ട, അവിടെ കണ്ട ഒരു വാക്ക് ചോർന്നു പോയി. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിലെത്തി എന്നല്ല, ദേവാലയത്തിൽ അവന്റെ അടുക്കലെത്തി. ഇന്ന് എല്ലാവരും പള്ളിയിലെത്തുന്നുണ്ട്, പക്ഷെ ആരുടെ അടുത്തെത്തുന്നില്ല? പറഞ്ഞേ, അങ്ങനെ യേശുവിന്റെ അടുത്തെത്താം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചേ, നമ്മൾ പള്ളി പോവില്ലേ? പള്ളി പോകുമ്പോ യേശുവിന്റെ അടുക്കൽ എങ്ങനെ എത്താം? അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിലെത്തി എന്നല്ല, ദേവാലയത്തിൽ അവന്റെ അടുക്കലെത്തി. അവരെ സുഖപ്പെടുത്തി. എങ്ങനെ അവന്റെ അടുക്കലെത്താ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബൈബിളിൽ ഇന്ന് വിശുദ്ധ കുർബാനയിലൊക്കെ വായിക്കുന്ന സുവിശേഷ വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ വാക്കുകൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ശ്രദ്ധിക്കുമ്പോൾ ആ വചനം നമ്മളെ സ്പർശിക്കുകയാണ്. അതിനെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എല്ലാവരും എവിടെ വരുന്നുണ്ട്? പറ, പള്ളിയിൽ വരുന്നുണ്ട്. ആരുടെ അടുത്ത് എത്തുന്നില്ല? ചിലപ്പോൾ വാതിക്കുകയാണ്. ചിലക്ക് ആ വാതിലിന്റെ സ്ഥാനം. കാരണം ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയാം, ആരാണ് അകത്ത് പുറത്തെന്ന് അറിയാം. ഈ ഭൂമികൾക്ക് ഉണ്ടാകുമ്പോൾ ഓടാരാണെന്ന് അറിഞ്ഞൂടാ. എറബേൽ വീണ തേങ്ങ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് പറഞ്ഞ പോലെ അകത്ത് കയറില്ല. ചിലര് പുറത്ത് നിന്നാലും അവരകത്ത് നടക്കുന്ന വിശേഷങ്ങൾ ശരിക്കും പിടിച്ചെടുക്കും. അങ്ങനെയുണ്ട്. പുറകിലാണെങ്കിലും അവരകത്ത് വായിക്കുന്നത് ശ്രദ്ധിക്കും. ചിലര് അകത്താണെങ്കിലും പറ, മനസ്സ് പുറത്തായിരിക്കും. എനിക്കറിയാം, ചെവി കേൾവി കുറവുള്ളൊരു ചേട്ടായി എനിക്കറിയാം. പുള്ളിക്കാരൻ പള്ളിയിൽ വന്ന സ്പീക്കറിന്റെ തൊട്ട് താഴെ കസേരയിട്ട് കൊണ്ടിരിക്കും. എന്നിട്ടോ അങ്ങനെ ചെവി വട്ടം പിടിച്ചിരിക്കുന്നതാണ്. ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സഭാപ്രസംഗിയുടെ പുസ്തകം 5-1 വാക്യം, എന്നിട്ട് സഭാപ്രസംഗിയുടെ പുസ്തകം 5-1 വാക്യം, സഭാപ്രസംഗിയുടെ പുസ്തകം 5-1 വാക്യം. ആൺകുട്ടികളെ, നിങ്ങളൊക്കെ ബൈബിൾ കൊണ്ടുവരണം കേട്ടോ. ബൈബിൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അടുത്ത തലമുറയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ വായിച്ചു. കണ്ട, അടുത്ത് ഇത് കേൾക്കുന്ന നല്ലത്. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്തു വരുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. ആരതൊക്കെ കേൾക്കുന്നത്? ശരിക്കും നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടാൽ മാത്രമേ മനസ്സിൽ പതിയത്തുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ 2 മാസങ്ങളിലായി 5-6 ധ്യാനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പള്ളികളിൽ നടത്തി. ഒരു പള്ളിയിൽ ഒഴികെ ബാക്കി എല്ലാ പള്ളികളിലും കുട്ടികൾ എന്നെ വഴക്ക് പറഞ്ഞു. അവർക്ക് വേണ്ടത് എന്താണെന്നോ? ഇതിനു മുമ്പ് ധ്യാനം എന്ന പേര് കുട്ടികൾക്ക് നടത്തിയ പരിപാടി എന്തായിരുന്നോ? കലന്തല്ലി പൊളിക്കല്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കല്, സ്ട്രോ മൂക്കിന്റെയും ചുണ്ടിന്റെ ഇടയ്ക്ക് വെച്ച് താഴെ വീഴാതെ കൊണ്ടുപോകാൻ പറ്റുമോ നോക്കുക, പിന്നെ സ്ട്രോയുടെ ഉള്ളിലുള്ള റബ്ബർ ബാൻഡ് കയറ്റുക, പിന്നെ കലം കെട്ടി തൂക്കിയിട്ട് കണ്ണ് കെട്ടിയിട്ട് അത് അടിച്ചു പൊളിക്കുക. ഇതാണ് ധ്യാനം നടത്തിയത് അതിനു മുമ്പ്. എനിക്ക് അങ്ങനെ ധ്യാനം നടത്താൻ അറിഞ്ഞുകൂടാ. കലന്തല്ലി പൊളിക്കലും സിനിമാറ്റിക് ഡാൻസും കളിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. സത്യവചനത്തിൽ എന്ത് പറയുന്നത്? കുട്ടികൾക്ക് അവർക്ക് രസകരമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ അറിയാം. പിന്നെയോ അവർക്ക് വീഡിയോ പ്രസന്റേഷൻ അവിടെ കാണിക്കും. പിന്നെയോ ആക്ഷൻ സോങ്ങിൽ ഒരു പാട്ടുകാരെ കൊണ്ടുവരും അത്യാവശ്യം. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സ്ട്രോ മൂക്കിന്റെയും ചുണ്ടിന്റെ ഇടയിൽ വെച്ച് താഴെ വീഴാതെ നോക്കല് എനിക്ക് അറിഞ്ഞുകൂടാ. സ്ട്രോയുടെ ഉള്ളിലൂടെ റബ്ബർ ബാൻഡ് കടത്തൽ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇങ്ങനെ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ച് എത്ര ദൂരം ഓടാൻ സാധിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വക കോപ്രായങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് ജയിച്ച് ആളുകൾ പഴയ അല്ലെങ്കിൽ ഇതിനു മുമ്പ് വന്ന ആളുകളൊക്കെ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ ശരിയായിട്ട് ധ്യാനങ്ങളും വചനങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും. കുട്ടികൾക്ക് അത് ഇഷ്ടമാവില്ല. കുട്ടികളുടെ ചെന്ന വരുമ്പോ തന്നെ ഗെയിം ഉണ്ടോന്നോ ചോദ്യം. ഈ പ്രോഗ്രാമിന്റെ പേര് എന്താണോ? ഗ്രേസ് ഫെസ്റ്റ്. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഗെയിംസ് ഫെസ്റ്റ് എന്നിട്ട് ഗ്രേസ് ഫെസ്റ്റ് മാറ്റി ഗെയിംസ് ഫെസ്റ്റ് എന്നിട്ട്, അല്ലെങ്കിൽ പിന്നെ ഷാപ്പാട് കൊടുക്കണേ ഫുഡ് ഫെസ്റ്റ് എന്നിട്ട്. അതാണ് നമ്മൾ തന്നെയാണ് ഇതൊക്കെ കുഴപ്പമുണ്ടാക്കിയത്. പലരും ദൈവത്തിന്റെ വചനം, സത്യവചനം കുട്ടികൾക്ക് കൊടുത്തില്ല. ഞാൻ ഒരു ബൈബിൾ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ 7ാമത്തെ ബാച്ചിലെ ഒരു സഹോദരി ഇന്നലെ രാത്രി എന്നെ വിളിച്ചു. കാനഡയിൽ നിന്നാണ് വിളിച്ചത്. അപ്പൊ ഞാൻ സംസാരിച്ചു. അപ്പൊ ഞാൻ ആ പുള്ളിക്കാരിക്ക് ബൈബിൾ ക്ലാസ് വളരെ പ്രയോജനപ്പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ അവിടേക്ക് എങ്ങനെയുണ്ട്? നമ്മുടെ മലയാളികളെല്ലാം, പിന്നെ നന്ദു ബ്രദർ ഇവിടെ വന്ന ധാരാളം പേര്, എല്ലാവരും ധാരാളം പേരും അവിടെ വന്നിരിക്കുന്ന പല സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെ നന്ദു ബ്രദർ ഇവിടെ ലിവിങ് ടുഗദറാണ്. ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കുക, ആണും പെണ്ണൊക്കെ. പിന്നെ നമ്മുടെ പെൺകുട്ടികളൊക്കെ തട്ടമിട്ടാണ് നടക്കുന്നത്. തട്ടം മുസ്ലിംസിന്റെ കൂടെ അവിടെ കൂടിയിട്ടേ. എന്നിട്ടോ മമ്മി വിളിക്കും, വേറെ ഇതൊക്കെ മാറ്റിക്കളഞ്ഞ് മമ്മി വിളിക്കാം, മമ്മി അല്പം തിരക്കിലാണ് കേട്ടോ മമ്മി. എന്താ കാര്യം എന്നറിയുമോ? ആരും ഉത്തരവാദി എന്നറിയുമോ? ചെറുപ്പകാലഘട്ടത്തിൽ കുട്ടികൾക്ക് വചനം ശരിയായിട്ട് കൊടുക്കാതെ, അവരുടെ ശരീരം ദേവാലയമാണെന്ന് ശരിയായിട്ട് പഠിപ്പിക്കാതെ, ഒരു 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ലിവിങ് ടുഗദർ എന്താണ്, ഹോമോസെക്ഷുവാലിറ്റി എന്താണ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയാ, വിവാഹം വേണ്ടെന്ന് വെക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അപ്പൊ വിവാഹത്തിന്റെ പവിത്രത, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കുട്ടികൾക്ക് കൊടുക്കാതെ, മാത്രമല്ല കുട്ടികൾക്ക് മാതൃകയുള്ള ഒരാളെ കാണാനില്ല. കുട്ടികൾക്ക് മാതൃക കാണിക്കാൻ ആരെങ്കിലും വേണ്ടേ? റോൾ മോഡൽ വേണ്ടേ? അതൊന്നും ഇല്ലാതെയാവുമ്പോൾ കുട്ടികൾ വഴിതെറ്റി പോകുന്നു.
ഇത് ആരൊക്കെയാണ് ഉത്തരവാദി? അവരൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. സ്നേഹമുള്ളവരെ, അപ്പൊ അതുകൊണ്ട് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവതിവാക്കൾക്കൊന്നും ഇതിലൊന്നും ഒരു താല്പര്യമില്ല. താല്പര്യമില്ലാത്തതിന്റെ കാരണം അവർ ദൈവവചനം മനസ്സിലാക്കില്ല. അതൊരു സഖ്യപൂസന്റെ ഒരു തൂർത്തുപുത്തന്റെ ഇത്തിരി മുന്തിരിവള്ളി, പിന്നെയോ ഒരു കാനായിലെ കല്യാണം. ആ 4 ഐറ്റംസ് കുട്ടികൾക്ക് മനസ്സിലായിട്ടുള്ളൂ. പിന്നെ കുട്ടികളെ പഠിപ്പിച്ചു വിടുന്ന എന്താണ്? കുട്ടികൾ അവരുടെ സമാന പ്രായക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും കുഞ്ഞുങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ശാസ്ത്ര സത്യങ്ങൾ മാത്രമേ സത്യമുള്ളൂ. ഇതൊക്കെ ഒരു പൊട്ടിത്തെറിയിലൂടെ മാത്രം ഉണ്ടായതാണ്, അല്ല ദൈവം ഒന്നും സൃഷ്ടിച്ചതല്ല. ഇങ്ങനെയുള്ള വിവരക്കേടൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് അങ്ങനെ എഴുന്നേറ്റ് ഉറക്കം തടസ്സപ്പെട്ടോ? അപ്പൊ പ്രിയപ്പെട്ടവര്, ഇങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികൾ പരസ്പരം പറയുന്നതിലൊരു കാര്യമില്ല. പള്ളിയും പട്ടക്കാരൊക്കെ ചുമ്മാ അത് കാശുണ്ടാക്കാൻ വേണ്ടി എന്നാണ് കുട്ടികളുടെ ചിന്ത. സ്നേഹമുള്ളവരെ, കുട്ടികൾ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഈ ബൈബിൾ ശരിക്കും പഠിച്ചു നോക്കൂ. നിങ്ങൾ ശരിക്കും ഇത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. അപ്പൊ അറിയാം ഇതിൽ വെളിപ്പെടുന്ന ആൾ ആരാന്നറിയാം. മറ്റേ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറിന്റെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷെ അദ്ദേഹം ദൈവത്തിന്റെ വചനം ബൈബിൾ കിട്ടിയപ്പോൾ വായിക്കാൻ തുടങ്ങി. എന്തിനാണ്? യേശു ക്രിസ്തുവിനെ എതിരെ എഴുതാൻ വേണ്ടിയിട്ടാണ് ആൾ വായിച്ചത്. വായിച്ചു ഉൽപ്പത്തിയുടെ പുസ്തകം വായിച്ചു, പുറപ്പാടിന്റെ പുസ്തകം വായിച്ചു, ലേവ്യ പുസ്തകത്തിലേക്ക് അദ്ദേഹത്തിന് തോന്നുന്നു, അയ്യോ ഇറച്ചിക്കൊതിയനായ ദൈവമാണല്ലോ ഇതില്. ആടിനെ കഴുത്തറക്കുന്നു, തൊലി പൊളിക്കുന്നു, കഷ്ണാക്കുന്നു, യാഗപീഠത്തിൽ വെച്ച് കത്തിക്കുന്നു, അതിന്റെ പുക മുകളിലേക്ക് ഉയരുമ്പോൾ ആൾ ആസ്വദിക്കുന്നു. അയ്യോ നിങ്ങളുടെ ദൈവം ഇറച്ചിക്കൊതിയനായിട്ടുള്ള ദൈവമാണല്ലോ. അങ്ങനെ വായിച്ച് യോഹന്നാന്റെ സുവിശേഷത്തെത്തിയപ്പോൾ അദ്ദേഹം പറയുന്നു, മഹത്വപൂർണ്ണനായ ക്രിസ്തു എന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. കണ്ടോ? മഹത്വപൂർണ്ണനായ ക്രിസ്തു എന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് വചനം നമ്മോട് ചോദിക്കരുത്, നീ എന്നെ എടുക്കുക, അത് വായിച്ചു നോക്കൂ. വായിച്ച് ഈ ദൈവവചനം നിന്നെ പിടികൂടും. സത്യവചനമാണത്, ദൈവത്തിന്റെ വചനമാണത്. ഇതിനെതിരെ ഒന്നിനെ നിൽക്കാൻ സാധിക്കില്ല. എനിക്ക് തർക്കമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, ഇതിനെ വായിക്കൂ, ഇതിനോട് ഏറ്റുമുട്ടി നോക്കൂ, ഇതിന്റെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശരിയായ മാർഗങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അപ്പൊ കാണാം നമ്മൾ ആരായിട്ട് ഏറ്റുമുട്ടുന്നത്. അപ്പൊ മനസ്സിലാവും ഒരു ദിവസം അദ്ദേഹം വെളിപ്പെടും. കുഞ്ഞുങ്ങൾക്കറിയാമോ? കുട്ടികൾ ശ്രദ്ധിച്ചാൽ സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരാളുണ്ട്, സാധു സുന്ദർ സിംഗ്. ആ സാധു സുന്ദർ സിംഗ് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞെന്താന്ന്, സത്യദൈവം ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു. രാവിലെ വരുന്ന ട്രെയിൻ ഞാൻ തലവെച്ച് ചത്തുകളെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. സിഖുകാരനായിരുന്നു. സിഖുകാരന്റെ വസ്ത്രം കണ്ടിട്ടുണ്ടോ? കണ്ട് ശ്രദ്ധിച്ചാൽ സിഖുകാരൻ ഡ്രസ്സ് കണ്ടല്ലോ, തലപ്പാവൊക്കെ കെട്ടിയത് കണ്ടിട്ടുണ്ടോ? ആ പുള്ളിക്കാരൻ അങ്ങനെയായിരുന്നു അദ്ദേഹം. പക്ഷെ വെളുപ്പിന് 4 മണിയായപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു ദർശനം കാണാണ്. ഒരു മുൾക്കിരീടം അണിഞ്ഞ ക്രിസ്തുവിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം യേശുവാണ് ദൈവം എന്ന് വീട്ടുകാരോടൊക്കെ പറഞ്ഞു. അടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു സഭയിലും അദ്ദേഹം ചേർന്നില്ല. അദ്ദേഹം യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ യേശുവുമായിട്ട് കണ്ടുമുട്ടൽ നടത്തി. അത് ദൈവം ഉണ്ടാക്കിയത്. ആ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളത് കർത്താവ് തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കർത്താവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടുന്ന ഒരു അനുഭവം ഈ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ദൈവം അത് ദൈവത്തിന്റെ വഴിയിലൂടെ വരുന്നവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അയാൾക്ക് ദൈവത്തെ പിരിയാൻ സാധിക്കില്ല. അതൊരു അനുഭവം ഉണ്ടാവണം. ശൗലിനുണ്ടായില്ലേ? ദമാസ്കസിന്റെ പാതയിൽ വെച്ചുണ്ടായില്ലേ? അല്ലേ? മാതാവിനുണ്ടായില്ലേ? എലിസബത്ത് എന്താണ് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ആണ് ഉണ്ടാകുന്നത്. അപ്പോസ്തലനായ പൗലോസിനുണ്ടായി, അബ്രഹാം പിതാവിനുണ്ടായി. ഇങ്ങനെയുണ്ടായ ആളുകൾക്ക് ദൈവത്തിൽ തെന്നി മാറി പോകാൻ പറ്റില്ല. അവരെപ്പോഴും ദൈവത്തിന്റെ വചനം ശ്രമിക്കും. അവർക്ക് ശരിക്കും മാനസാന്തരം വന്നവരാണ്. അവർക്ക് വീണ്ടും ജന്മം വന്നിട്ടുണ്ട്. അവർക്ക് പുതിയ മനുഷ്യനായി തീർന്നതാണ്. നമ്മൾ പുതിയ മനുഷ്യരായാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എങ്ങനെ മനസ്സിലാവാൻ സാധിക്കും? കുഞ്ഞുങ്ങൾ പറഞ്ഞ് നമ്മൾ പുതിയ മനുഷ്യരായെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയുമോ? ഇപ്പൊ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ചിത്രശലഭം എന്ന് പറയുന്ന ജീവി അതെന്താ കഴിക്കുക? ചിത്രശലഭത്തിന്റെ ആഹാരം എന്താ പറഞ്ഞു? കൂട്ടുകാരൻ പറഞ്ഞു, തേൻ കുടിക്കും അല്ലെ? ചിത്രശലഭം ആകുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഒരു പുഴുവായിരുന്നു അല്ലെ? ആ പ്യൂപ്പ സ്റ്റേജിൽ നിന്ന് പുഴുവായിരിക്കുന്നു. അപ്പൊ പുഴുവിന്റെ ആഹാരം എന്താണ്? മോൻ പറയട്ടെ, പുഴുവിന്റെ ആഹാരം എന്താണ്? പുഴുവിന്റെ ആഹാരം പുഴുവിന്റെ ആഹാരം നെക്സ്റ്റ് വൺ. പുഴുവിന്റെ ആഹാരം പലതരം പുഴുണ്ട്. ചെറിയ പുഴു, ചാണകപ്പുഴു, ഓക്കപ്പുഴു, പല അധികം സാധാരണ ഒരു പുഴു. പുഴുവിന്റെ ആഹാരം എന്താ? പുഴുവിന്റെ ആഹാരം എന്താ? ഇല കണ്ട. പുഴു എന്താ തിന്നാ? ചെടിയുടെ ഇല എല്ലാം തിന്നും അല്ലെ? പൂ തിന്നും, കാതൊക്കെ കുറച്ച് തിന്നും. പക്ഷെ ആ പുഴുവാണ് എന്തായിട്ട് മാറുന്നത്? ബട്ടർഫ്ലൈ ആയി. ബട്ടർഫ്ലൈ ആയാൽ എന്താ ഭക്ഷിക്കുക? തേൻ കുടിക്കുന്നു. കണ്ടോ? പുഴുവായിരിക്കുമ്പോൾ പുഴു ചെടിയുടെ ഇല തിന്നും, കാ തിന്നും, നമ്മുടെ ദേഹത്ത് മുട്ടിയാൽ നമുക്ക് ആകെ ചൊറിച്ചിലായിരിക്കും. പക്ഷെ അത് ബട്ടർഫ്ലൈ ആയി തീർന്നാലോ എന്ത് കാണാൻ എന്ത് ഭംഗിയാ! തേൻ മാത്രം കുടിക്കുള്ളൂ. തേൻ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ എന്താണെന്ന് അറിയുമോ? ഇങ്ങനെ വചനം തേൻകട്ടയേക്കാൾ മധുരമുള്ളത്. ഒരാൾ വേദപുസ്തകത്തിലെ വാക്യങ്ങളായിട്ട് എപ്പോഴും സമ്മതിക്കേണ്ടെങ്കിൽ ഓർത്തോളൂ, ആള് പുഴുവല്ല. പിന്നെ ആളെ എന്തായി തീർന്നു? മിണ്ടത്തില്ല. പറ, ആ ബട്ടർഫ്ലൈ ആയി തീർന്നു. ചില ഇത് കാണുമ്പോ എന്റെ ഒരു വചനം
അല്ലെ? ഇതിനോടൊരു താല്പര്യം മാത്രമല്ല, പുസ്തകം എടുത്താൽ ഉറങ്ങു മാത്രമല്ല, തേനും വയമ്പും ഇതായി ഒഴുകിയിരിക്കും തരും. ബൈബിൾ തുറന്ന അപ്പൊ പോട്ടുവായ ഈത്തായി തരും. അവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതെ, അപ്പൊ അവർക്ക് ഒരു ചേഞ്ചും വന്നിട്ടില്ല. അല്ലാത്തൊരു വചനം കൂടെ കൂടെ വായിക്കാൻ താല്പര്യം. ഒരമ്മ മറ്റൊരു അമ്മയോട്, എടി നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഉറക്കം വരുന്നില്ല, വചനം വായിച്ചാൽ മതി. വചനം വായിച്ചാൽ ഉറക്കം വരും. ഒരു ഉപദേശം കൊടുക്കുന്ന വചനം വായിച്ചാൽ ഉറക്കം വരും. വചനം വായിച്ചാൽ കാര്യം ഉറക്കം വരുന്നത് നമുക്ക് ഉണർവ് തരുന്നതാണ് വചനം. ഇവിടെ ഈ ഊരമന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഈ മൂവാറ്റുപുഴ ഊരമന. അവിടെയുള്ള ഒരു എബി എന്ന് പറഞ്ഞ ഒരാളെ പറ്റി മലയാള മനോരമ പത്രത്തിൽ വന്നിരിക്കുക. നിങ്ങളുടെ കസിനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പുള്ളിക്കാരൻ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞായറാഴ്ച വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ വന്നതാണ്. പക്ഷെ പള്ളി നിറച്ച ആളുകൾ പള്ളിയുടെ പുറത്താണ് ഇരുന്നപ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിലെ വായന, പഴയ നിയമത്തിലെ ഇയ്യോബിന്റെ പുസ്തകത്തിലെ വായന എന്താണോ? കഴുതകളെ കുറിച്ച് വായിക്കുന്നു. കഴുതകളെ കുറിച്ച് നാം കടിക്കലേ, കഴുതകളെ കുറിച്ച് എന്തുമാത്രമാണ് വായന എന്നറിയാമോ? ഈ കഴുതകളെ കുറിച്ചുള്ള ഈ വായനയെല്ലാം അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കും. ഇനിയിപ്പോ ആരാ നാം കടിച്ചതെന്നൊക്കെ അന്വേഷിക്കില്ല. ഇതാണ് ഈ കുഴപ്പം. ചില കൈയുടെ നഖമല്ല, കാലെടുത്ത് വായിട്ടാണ് നാം കടിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ എബിചേട്ടൻ എന്ത് ചെയ്തു? ഈ വചനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴുതകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ എന്ത് ഈ കഴുതകളെ കുറിച്ച് മുഴുവൻ ഇങ്ങനെ ബൈബിൾ എഴുതിയതേ. അദ്ദേഹം വീട്ടിൽ ചെന്ന് യോബിന്റെ പുസ്തകം നന്നായിട്ട് വായിച്ചു. പിന്നെ അദ്ദേഹം കഴുതകളെ കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. എന്താണോ? കഴുതപ്പാലിൽ നിന്നാണ് സ്ത്രീകളുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അദ്ദേഹം കുറച്ച് കഴുതകൾ, ഇവിടെ നിങ്ങൾ ഉരവരെ അന്വേഷിച്ചു നോക്കിയോ, അദ്ദേഹം കുറച്ച് കഴുതകളെ മേടിച്ച് വളർത്തി, 10-20 കഴുതകളെ മേടിച്ച് വളർത്തി, കഴുതപ്പാലിന് സ്ത്രീ സൗന്ദര്യ വസ്തുക്കൾ ഉണ്ടാക്കി ബിസിനസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ കഴുതകൾ അധികം മഴ നനയാൻ പാടില്ല, ഇതെല്ലാം ചത്തുപോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ശാസ്ത്രീയമായ രീതി അപ്ലൈ ചെയ്യും. പിന്നീട് അദ്ദേഹം ശാസ്ത്രീയമായ രീതിയിൽ കഴുതകളെ വളർത്താൻ തുടങ്ങി. അതിനെപ്പറ്റി ഒരു ഫീച്ചർ തന്നെ മലയാള മനോരമ പത്രത്തിലുണ്ടായി. എവിടുന്ന് അദ്ദേഹത്തിന് ആ ഐഡിയ കിട്ടി? കുർബാനിക്കുന്ന പള്ളിയുടെ പുറത്തിരുന്നപ്പോ വചനം കേട്ടതാണ്. വചനം നിന്നെ പല കാര്യങ്ങളും നിന്നെ പ്രചോദിപ്പിക്കും. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പ്രചോദനം തരും. നീ വചനം കേൾക്കണ്ടേ, വചനം വായിക്കണ്ടേ. വചനാണ് നമ്മളെ മോട്ടീവ് ചെയ്യുക. അല്ലാതെ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ ക്ലാസ്സിലെ കേൾക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു മോട്ടിവേഷൻ സ്പീക്കറിന്റെ പോലീസ് കൊണ്ടുപോയില്ലേ, ഞാൻ പേരൊന്നും ആണെന്ന് പറയുന്നില്ല. അപ്പൊ മോട്ടിവേഷൻ ഇവിടുന്ന് കിട്ടുക, ഇൻസ്പിറേഷൻ ഇവിടുന്ന് കിട്ടുക. മനസ്സിലായില്ലേ? ദൈവത്തിന്റെ വചനം വായിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് നല്ല നല്ല ചിന്തകൾ കുട്ടികൾക്ക് കിട്ടുക. മനസ്സിലായോ? കുഞ്ഞുങ്ങൾക്ക് പറയുന്നത് വചനം കൂടെ കൂടെ വായിച്ചാൽ നല്ല ചിന്തകൾ വചനത്തിൽ നിന്ന് കിട്ടും. ആൺകുട്ടികൾ കൊണ്ട് ശ്രദ്ധിച്ച്, ഈ കപ്പലിന് കടലിലൂടെ പോകാൻ വഴിയുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മാത്യു ഫൗണ്ടൈൻ മൗറി. മാത്യു ഫൗണ്ടൈൻ മൗറി എങ്ങനെ കണ്ടുപിടിച്ചെന്ന് അറിയുമോ? അദ്ദേഹത്തിന്റെ മകൻ അസുഖം വന്ന് മരിക്കാൻ കിടക്കുക. അപ്പൊ അദ്ദേഹം ദൈവഭക്തനാണ്. അദ്ദേഹം പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ 8-ാം സങ്കീർത്തനാണ് കിട്ടിയത്. 8-ാം സങ്കീർത്തനം കിട്ടുന്ന 8-ാം സങ്കീർത്തനം. 8-ാം സങ്കീർത്തനത്തിന് പ്രത്യേകതയുണ്ട്. 8-ാം സങ്കീർത്തനത്തിലെ 3-ാം വാക്യം ചന്ദ്രനിൽ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ എഴുതി വെച്ചിരിക്കുന്നത്. 8-ാം സങ്കീർത്തനം 3-ാം വാക്യം നോക്കി. സങ്കീർത്തനം 8-3 സമയത്രി. വായിച്ചേ, ഉറക്കെ വായിച്ചേ, എനിക്ക് കേട്ടുകൂടാ. മതി. അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാലിടത്തെയും ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. ആ വാക്യം ചന്ദ്രനിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ആ വാക്ക് വായിച്ച് 8-ാം സങ്കീർത്തനത്തിൽ 8-ാം വാക്യത്തിൽ 8-ാം വാക്യം വായിച്ച്, സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലരും. സമുദ്രമാർഗം കേട്ടൻ സമുദ്രമാർഗം എന്ന വാക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സോടെ പറഞ്ഞു, സമുദ്രമാർഗമോ? മാർഗം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വഴി. സമുദ്രത്തിലൊരു വഴിയോ? നമ്മൾ ചിന്തിക്കണോന്നല്ല ആള് ചിന്തിച്ച്. ആദ്യമായിട്ട് ചിന്തിച്ചു, സമുദ്രത്തിലൊരു മാർഗമോ? സമുദ്രത്തിൽ അങ്ങനെ വഴിയുണ്ടോ? നിങ്ങൾക്കറിയാം, ഓഷ്യനോഗ്രാഫർ എന്നാണ് പറയാ ഈ സമുദ്ര ശാസ്ത്രജ്ഞന്മാരെ. ഈ പുള്ളിക്കാരനാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവിന്റെ മകനെ സുഖപ്പെടുത്തിയാൽ സമുദ്രത്തിൽ ഒരു വഴിയുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും. അദ്ദേഹമാണ് കപ്പലുകൾക്ക് പോവാ കപ്പൽശാലകൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മാത്യു ഫൗണ്ടൈൻ മൗറി. കണ്ടുപിടിച്ചത് 8-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ് പ്രചോദനമായത്. നമ്മുടെ എത്ര പ്രാവശ്യം 8-ാം സങ്കീർത്തനത്തിലൂടെ പോയി? മാത്രമല്ല, അത് ഓട്ടുവായല്ലാതെ വല്ല പ്രചോദനം വരുന്നുണ്ടോ? കണ്ടോ? ശരിക്കും ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് നല്ല നല്ല ചിന്തകൾ കിട്ടും, നല്ല പ്രചോദനങ്ങൾ കിട്ടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ ബട്ടർഫ്ലൈയുടെ കാര്യം പറഞ്ഞു തന്നെ, ബട്ടർഫ്ലൈ വന്നേനെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മളെ പ്രചോദിപ്പിക്കും. ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് പ്രചോദനം കിട്ടുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, ദൈവത്തിന്റെ വചനം വഴി കാണിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇത് ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ മാത്രമല്ല, പ്രായോഗിക ജീവിതത്തിൽ കുട്ടികൾക്ക് പഠന സംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉയർന്നു വരുമ്പോൾ അവർക്ക് ഏതൊക്കെ മേഖലകളിൽ പോകണം, അല്ലെങ്കിൽ അമ്മമാർക്ക് ധാരാളം ജീവിതത്തിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുഞ്ഞുങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള നമ്മുടെ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ, ഇതിനെല്ലാം മരുന്ന് പിടിയുണ്ട്. എവിടെ? ദൈവത്തിന്റെ വചനം വായിച്ച് ആ വചനം പ്രചോദിപ്പിക്കും. ഇങ്ങനെ പോകണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ.
ഇപ്പൊ ഞാനിപ്പോ 10-25-30 വർഷത്തോളമായി ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ അതൊരു മിനിസ്ട്രിയാക്കി മാറ്റി. ഗോഡ്സ് ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രി ഒരു പേരൊക്കെ ഇട്ട് ഞങ്ങൾ 150ഓളം പേരുണ്ട്. ഫൗണ്ടേഴ്സ് ഒരു 50 പേരും, കോ ഫൗണ്ടേഴ്സ് ആയിട്ട് 100 പേര്, അങ്ങനെ 150 പേരോളം ഞങ്ങളുടെ പ്രവർത്തന മേഖല വ്യാപിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങുമ്പോഴാണ് ആളുകളിൽ എതിര് ഉണ്ടാവണേ. നമുക്ക് എതിരാളികളായിട്ട് ആളുകൾ ഉണ്ടാവുന്നു. ഇത്ര നാളൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആളുകൾ അത് കുറ്റം പറയുന്നു, വഴക്കുണ്ടാക്കുന്നു. അപ്പൊ ഞാൻ ദൈവമേ, നമ്മൾ ചിന്തിക്കണമെന്നല്ലോ ആളുകൾ ചിന്തിക്കണേ. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, നീ മനുഷ്യരുടെ പാഴ്വാക്കുകൾ ശ്രദ്ധിക്കുക. മനുഷ്യര് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ബാലൻസ് തെറ്റി. പറയുന്നത് മനസ്സിലാവുണ്ടോ? പ്രത്യേകിച്ച് അമ്മമാരോട് ഞാൻ പറയാം. അമ്മമാരുടെ ഒരു പ്രത്യേകത, എന്തെങ്കിലും കേട്ടാൽ മതി അതൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ എല്ലാം ആകാശത്തോടെ പോണം. വെടിയുണ്ട ഓടി വെച്ച് കയറി ഇങ്ങനെ കൊള്ളും. അങ്ങനെയുള്ള അമ്മമാര് പറഞ്ഞേ ഹല്ലേലൂയ. ചെല്ലിങ്ങനെ ആങ്ങി തൂങ്ങി വന്നതാ. പക്ഷെ അപകടം എന്ന് പറഞ്ഞപ്പോ ബ്രേക്ക് വിട്ടി നിർത്തി. നമ്മളിതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മനുഷ്യര് പല പാഴ്വാക്കുകൾ പറയും. ഇത് നമ്മൾ ശ്രദ്ധിക്കരുത്. മനുഷ്യരുടെ പാഴ്വാക്കുകൾ ശ്രദ്ധിച്ച് നമ്മുടെ ബാലൻസ് പോകും. നമ്മളെ പറ്റി, നമ്മുടെ മക്കളെ പറ്റി, ഹസ്ബൻഡിനെ പറ്റി, വീട്ടുകാരെ പറ്റി ഒക്കെ പലരും പലതും പറയും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ചില ആളുകൾ ആരാ പറഞ്ഞേ, അവളോട് ചോദിച്ചിട്ട് കാര്യം, പിന്നെ എന്തൊക്കെ പറഞ്ഞു, കേട്ടെ, പിന്നെയോ കേട്ടെ, ഇങ്ങനെ കേട്ട് നമ്മുടെ സമാധാനം മുഴുവൻ പോകും. ശരിയാണെന്ന് ഉറപ്പുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. ശരിയല്ലേ ഈ പറയുന്നത്? അതെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാഴ്വാക്കുകൾ, പ്രളയം വരണ്ട, പ്രളയക്കാട്ടിൽ ഇങ്ങനെയുള്ള പ്രളയം വരണ്ട കേട്ടോ. അതൊന്നും ശ്രദ്ധിക്കരുത്. മാത്രമല്ല, നമ്മൾ തിരിച്ചും ഒരു കാര്യം പറയുന്നു, മനുഷ്യന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു വാക്കും പറയരുത്. മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ പറയണ്ട. മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ കിടന്നോട്ടെ കേട്ടോ, ആരും അറിയണ്ട. എന്തിനങ്ങനെ ബോംബ് വെച്ചിട്ട് പോണേ? ഞാൻ പറഞ്ഞു ഇവിടെ കിടന്നോട്ടെ, ആരോട് പറയണ്ട. അതൊരു ബോംബ് ഇവിടെ വെച്ചിട്ട് പോയിക്കാം, എന്തെങ്കിലും പൊട്ടുന്നു. ഇങ്ങനെയൊന്നും പറയണ്ട. വന്നത് ഇനി പറയരുത്. എന്റെ നാവിന് എന്ത് നീളാന്നോ കണ്ടോ, ഈ മൈക്കിന്റെ കോഡ് പോലെ കേട്ടോ, നീളം എന്ത് നീളാണോ, വലിയ നീളമുള്ള നാവും. അവര് പറഞ്ഞ ഹല്ലേലൂയ. ഒന്ന് ഇപ്പൊ നീ പറയില്ല കേട്ടോ, എല്ലാവർക്കും മനസ്സിലായി കുഴപ്പമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇങ്ങനെ നമ്മളെ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുകയും ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുകയും അത് പറയുകയും പ്രഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ ആഴ്വചനങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടാണ്. പാഴ്വചനം പറയരുത്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട്, എടി നിന്റെ ഭർത്താവ് ഒരു സ്ത്രീയെ ഓട്ടോറിക്ഷയിൽ മടിയിൽ കിടത്തി കൊണ്ടുവന്ന് ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടതാ. ഇതൊക്കെ പറയാവോ? എന്താ കാര്യം? സത്യമാണ് ആ സ്ത്രീ പറഞ്ഞത്. ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്തപ്പോൾ വണ്ടി വന്ന് ഇടിച്ചു. അപ്പൊ ഈ ചേട്ടൻ ബാങ്കിൽ ജോലിക്കാരൻ, ആള് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഈ ഇടിച്ച് രക്തത്തിൽ വാർന്നു കിടക്കുന്ന സ്ത്രീ ഓടിപ്പോയി എടുത്ത് ഓട്ടോറിക്ഷയിൽ മടിയിൽ കിടത്തി കൊണ്ടുപോയി. അതൊന്നും പറഞ്ഞില്ല. അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവ് ഒരു സ്ത്രീനെ മടിയിൽ കിടത്തി കൊണ്ടുവന്ന് ഞാൻ കണ്ടു. സംഭവം എന്തെന്നാ? അതിന്റെ അപ്പുറത്തെ സംഭവം കൂടി പറയട്ടെ. എന്താ പറയട്ടെ? ഇതിന്റെ ഭർത്താവ് ഒന്നൊരു അപകടം പറ്റിയിട്ട് ഒരു സ്ത്രീയെ കോരി കൊണ്ടുപോയിട്ടോ, അത് കാരണം ആ സ്ത്രീ രക്ഷപ്പെട്ടോ, അതല്ല പറഞ്ഞ. പിന്നെയോ ഒന്നും അറിയാത്തോണം നിങ്ങൾ. ഞാൻ പറയുമ്പോ വേറെ എന്തോ ഓർക്കണം, വേറെ ഏതോ സംഭവത്തിലേക്ക് മനസ്സിൽ പോവാ. അങ്ങനെയുണ്ട്. ഇത് പറയുമ്പോ ശരി, നന്ദു അജന്തു അന്ന് അയാളുടെ പേര് അയാൾ പറഞ്ഞു ശരിയാണെന്നൊക്കെ ചിന്തിക്കും. അപ്പോ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള പാഴ്വാക്കുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് കിടക്കരുത്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. കുഴപ്പമില്ലാത്ത ഹല്ലേലൂയാണ്, പറഞ്ഞോളൂ. ഇപ്പൊ ആളുകൾക്ക് ആശങ്ക, ഏത് ഹല്ലേലൂയാണ് ഇപ്പൊ ആളുകൾക്ക് ആശങ്ക. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പൊ 5 മിനിറ്റ് ഇത്ര പെട്ടെന്ന് ഈ ക്ലോക്കിൽ 2 ബാറ്ററി ഇട്ടുണ്ടോ സാറേ? എന്തൊരു സ്പീഡ് ഇതിന്! ഉണ്ണീശോയുടെ ടേബിൾ ഫാൻ പോലെ എന്തൊരു സ്പീഡിലാണ് കറങ്ങുന്നത്. 5 മിനിറ്റ് കൂടെ ഉള്ളൂ, സമയം പോയിട്ട് ഇത്ര സ്പീഡിലാ. അപ്പൊ ഇന്ന് പറഞ്ഞതിന്റെ സമ്മറി എന്താണ്? പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം എന്താണ്? ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാ ദൈവം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ. ദൈവത്തിന്റെ വചനം വിശ്വസിക്കണം, ദൈവം വലിയ കാര്യം ചെയ്യും. ഈ പാലായിൽ ഒരു ചെരുപ്പ് കടയുണ്ട്. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് റോജസ്റ്റേറ്റിനാണ് അവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ ഷോപ്പും ഞാനൊരു ദിവസം പോയപ്പോ നന്ദു ബ്രദറെ കയറി വരാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കയറി ചെന്നു. അങ്ങനെ ഞാനും എന്റെ സുഹൃത്ത് ആൻഡോയും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ അവള് സെയിൽസ് ഗേൾ ആയിട്ട് നിൽക്കണം. ഞാൻ പറഞ്ഞു, റോസേട്ടൻ നമ്മുടെ ധ്യാനം പാലയിൽ നടക്കുന്നുണ്ട്, ഈ കുട്ടീനെ അവിടെ ധ്യാനത്തിന് വിടുക, അവിടെ 2-3 ദിവസം ധ്യാനം കൊടുത്തേ. നന്ദു ബ്രദർ അവള് നഴ്സിംഗിന് പോകാൻ ആഗ്രഹിക്കും, പൈസ ഒന്നും ഇല്ലാത്തൊരു വീട്ടുകാരാ. അപ്പൊ ഇവിടെ നിന്നൊരു 10,000 രൂപയ്ക്ക് മാസം അവൾക്ക് കൊടുക്കും. 10,000 കിട്ടിയിട്ട് എന്ത് കാര്യം? നഴ്സിംഗിന് പോകാൻ പറ്റുമോ? ഇപ്പൊ PSC നഴ്സിംഗിനൊക്കെ 5-8 ലക്ഷം 10 ലക്ഷം കണ്ടെന്ന് തോന്നുന്നു. എനിവേ, ആ സമയത്ത് അവൾ അവിടെ വന്ന് നിൽക്കുന്നു. അപ്പൊ ഒരു റോസേട്ടൻ നല്ല നവീകരണ അനുഭവത്തിലേക്ക് വന്നത്. അപ്പൊ അദ്ദേഹം ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് ആരെങ്കിലും വന്നാൽ ഇത്തിരി പണമുള്ള ആളാണെങ്കിൽ ഈ കുട്ടിയുടെ കാര്യം പറയും, സാറേ എന്നുള്ള ഹെൽപ്പ് ചെയ്തോളൂ, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല സഹായിക്കാൻ. ഞാൻ പറഞ്ഞു, ധ്യാനം കൂട്. പത്രോസ്ലിഹ പറഞ്ഞ പോലെ സ്വർണ്ണമോ വെള്ളിയോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ പോലെ ധ്യാനം കൂടാൻ പറഞ്ഞു. അവൾക്ക് ധ്യാനം വളരെ എഫക്റ്റീവായി. പിന്നീട് അവൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ചേട്ടായി ഒരു ചെരുപ്പ് മേടിക്കാൻ വന്നപ്പോൾ ആ സാറിനോട് റോസേട്ടൻ പറഞ്ഞു, ഈ കുട്ടീനെ ഒന്ന് സഹായിക്കോ സാറേ? അപ്പൊ ആ സാറ് ചോദിച്ചു, എന്ത് വേണം? കുറച്ച് പൈസ ഈ കുട്ടിക്ക് കൊടുക്കാം, നഴ്സിംഗ് പഠിക്കാനുള്ളതാണ്. നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടി മേടിക്കാനും ബുദ്ധിമുട്ടുണ്ടോ? മറ്റൊരാളെ സഹായിക്കാൻ പറയാൻ നമുക്ക് എന്തിനാ ബുദ്ധിമുട്ടണേ?
നമ്മുടെ കയ്യിൽ തരണ്ട, അവരെ നിങ്ങൾ സഹായിച്ചോളാൻ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി ഭിക്ഷ എടുക്കണേന് എന്താ കുഴപ്പം? അങ്ങനെ ആ റോജർ സാർ അങ്ങനെ പറഞ്ഞപ്പോ അയാൾ 5000 രൂപ കൊടുത്തു. സാർ 5000 കൊണ്ടൊന്നും ആവില്ല. അവാർഡ് പറഞ്ഞ 10000 രൂപ തന്നേക്കാം. സാറേ 10000 രൂപ ഇപ്പൊ എന്താ ആഗ്രഹിക്കണേ? അവർക്ക് നഴ്സിംഗ് പഠിക്കണം. ഒരു കാര്യം ചെയ്യും, ആ നഴ്സിംഗ് 5 ലക്ഷം രൂപ ഞാൻ തന്നേക്കാം. 5 ലക്ഷം രൂപ കുട്ടിക്ക് ചെക്ക് എഴുതി. ഇപ്പൊ ഇത് കഴിയുമ്പോ ആ ഷോപ്പ് എവിടെയാന്ന് എന്നോട് ചോദിച്ചു വരുന്നത്. ഇപ്പൊ നമ്മൾ അവിടെ പോയി നിന്ന് നമുക്ക് അത് അവളെ പരിപാലിച്ച രീതി മനസ്സിലായില്ലേ? അത് അവളെ പരിപാലിച്ച രീതി. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ് ദൈവം പരിപാലിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുക. കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കിക്കോ, വിശുദ്ധി പാലിക്കണം. വിശുദ്ധി, പാപകരമായ കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. പെൺകുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പുറകിൽ പലരും എന്ന് പറയും, നീ ഇല്ലാത്ത ജീവിതം ഗ്യാസ് ഇല്ലാത്ത സോഡ പോലെയാണ്, നീ ഇല്ലാത്ത ജീവിതം അലാസ്റ്റിക് പൊട്ടി അൺട്രോയർ പോലെയാണ്. ഈ ചപ്പടാച്ചി ഡയലോഗിലൊന്നും വീഴുന്നത്. ആൺകുട്ടികളെ ശ്രദ്ധിക്കണം. വീട്ടിൽ വരാ, പുസ്തകം തുറന്ന് പഠിക്കുക, പിന്നെ സ്കൂൾ, വീട്, അങ്ങനെ ആ ബന്ധത്തിൽ പോകണം, പിന്നെ പള്ളി. അല്ലാതെ വേറെ ഒരു ചുറ്റിക്കെട്ടുണ്ടാവരുത്. ഈ ഫോണൊക്കെ എപ്പോഴും തോണ്ടി തോണ്ടി ഞാൻ തളർന്നു, ചൂണ്ട് വീരൽ തേഞ്ഞു മാഞ്ഞു. ഇന്നലെ ഞാൻ ഒരു സഹോദരി വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, 2 ദിവസമായല്ലോ സംസാരിച്ചിട്ട് എന്താ സംസാരിക്കാത്തത്? നമ്മുടെ ബൈബിൾ ഗ്രൂപ്പിലുള്ള ഒരു അമ്മയാണ്. നന്ദ ബ്രദറെ, ഫോൺ അഡിക്ഷൻ വരണമെന്നൊരു സംശയം, അതുകൊണ്ട് 2 ദിവസമായിട്ട് ഞാൻ ഫോൺ എടുത്ത് വെച്ചേക്കാന്ന്. ഞാൻ ആ സഹോദരിയുടെ ആഗ്രഹം കണ്ട, അത് അഡിക്ഷൻ വരണ്ടോ എന്നൊരു സംശയം, അതുകൊണ്ട് എടുത്തു വെച്ചേക്കാം. എല്ലാവരും ഇതിൻ്റെ ഉള്ളില്ല. വീട്ടിൽ കള്ളം കയറി എല്ലാം മുതൽ കൊണ്ടുപോയാലും ആളറിയില്ല. അമ്മമാർ അടുക്കള JCB വണ്ടി കൊണ്ട് മൊത്തം പൊളിച്ചു കൊണ്ടുപോയാലും അമ്മ അറിയാൻ പോകുന്നില്ല. അവസാനം അടുക്കള കാണാനില്ല എന്ന് പറഞ്ഞ് കാറി കൂവിയിട്ട് അറിയായിരിക്കും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുട്ടികളെ ഇനി ഇവിടെയുള്ള അധ്യാപകരോട് പറയും, ഇനി ആ നന്ദു അയാളെ വിളിക്കരുത് കേട്ടോ, ഞങ്ങളെ പേടിപ്പിച്ചു പറയരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ രക്തം ചുരുക്കുന്നതാണ്, യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വരും. യേശുവിനെ കൂട്ടുകാരനായിട്ട് കാണാം. യേശുവായിട്ട് ബന്ധം പുലർത്താം. യേശു പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ആ വാക്കുകളാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? ആ വാക്കുകളാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്, നമുക്ക് ബലം നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നത് കണ്ണടച്ച് യേശുവിനെ ക്രൂശ് മരണം ഒന്ന് മനസ്സിൽ കണ്ടേ. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നത് മനസ്സിൽ കണ്ടേ. കർത്താവെ, ഞങ്ങൾക്കായി കാൽവരിയിൽ യാഗമായി തീർന്ന അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അവിടുത്തെ തൃപ്പാദത്തിൽ ഇന്ന് ഈ MGM, ഈ സൺഡേ സ്കൂളിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കൾ, അധ്യാപകരെ എല്ലാം അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, ഇന്ന് കേട്ട വചനം ഞങ്ങളെ കൂടുതൽ പ്രചോദിപ്പിക്കട്ടെ. അങ്ങയുടെ വചനത്തെ വിശ്വസിക്കുവാൻ അബ്രഹാം വചനത്തെ വിശ്വസിച്ച പോലെ, സാറാ വചനം വിശ്വസിച്ച പോലെ, അതുപോലെ രാജസേവകൻ ആ പട്ടാളക്കാരൻ വചനം വിശ്വസിച്ച പോലെ ഞങ്ങൾക്ക് വചനം വിശ്വസിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിലെല്ലാം വചന വെളിച്ചം ഞങ്ങൾക്കുണ്ടാകണമേ. വചന വെളിച്ചത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. പ്രളയക്കാടുള്ള സൺഡേ സ്കൂൾ എല്ലാ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകുമ്പോൾ വചനത്തിന്റെ വക്താക്കളായി മാറുവാൻ, വചനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഉള്ള കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠരെ എല്ലാം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.